അത് പൊട്ടിയിരുന്നുവെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയില്ല. അത്രയും വലിയ റിസ്ക്കാണ് ഞാനത് എടുത്തത് ആ പടം ചെയ്യാനായിട്ട്. ആ ചുരുളി എന്നുള്ളത് ഈ തെറി പറയണ വേഷൻ അവാർഡിന് അയക്കുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തെറി പറഞ്ഞ് അഭിനയിച്ചതാണ് ഞാൻ. പിടിവിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. എനിക്ക് വേറെ ഒന്നിനോടും ഒരു കാര്യത്തിനോടും, ഈവൻ കള്ളിനോടോ അല്ലെങ്കിൽ ഡ്രഗ്സിനോ ഒന്നിനോട് പോലും അത്രയധികം എനിക്ക് പാഷനില്ല. പുറത്തുനിന്നുള്ള ആളുകൾ സിനിമ കണ്ടതിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞു, ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് ജോജുവിൻ്റെ കിളി പോയി. ബേസിക്കലി ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ കുഴപ്പമില്ലാത്ത ഒരാളാണ്. കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. ജോജുവിൻ്റെ ഒരു കരിയറിൻ്റെ ജേർണി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 കൊല്ലത്തോളം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് അതിന് ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് ഇന്നൊരു കമലഹാസൻ്റെ കൂടെയും മണിരത്നത്തിൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കുന്ന രീതിയിലൊരു പാൻ ഇന്ത്യ ഫിഗർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ യു ഗ്രോൺ ദാറ്റ് ബിഗ്. സോ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ജേർണിയിൽ തുടക്കകാലത്തിൽ ഡയലോഗ് പോലും കറക്റ്റായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രോബബ്ലി ജോജുവിൻ്റെ ഡിറ്റർമിനേഷൻ ആണോ ഇതിനൊരു കാരണം എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് എൻ്റെ ശരീരഭാരം പോലും ഡിറ്റർമൈൻഡ് ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല. സോ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. എന്തൊക്കെയായിരിക്കും? ലക്കിൽ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു എന്താ പറയുക, എങ്ങനെ പറഞ്ഞു തുടങ്ങണത്, ഇതെല്ലാം എന്നെ സംബന്ധിച്ചൊരു സർവൈവലാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ആർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു സർവൈവലാണ്. കാരണം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്ന സമയത്ത് ഞാൻ വളരെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു സിനിമ നടൻ, ഇത് 94 ആദ്യമായിട്ട് ഞാൻ ലൊക്കേഷനിൽ പോകുന്നത്, 94. അവിടെ നിന്ന് 2000 ഞാൻ ആദ്യമായിട്ടൊരു ഡയലോഗ് പറയുന്നത്. അപ്പോൾ ഈ 94 കിട്ടിയിട്ട് ഈ 6 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല നമുക്ക്. സിനിമ എന്ന് പറഞ്ഞാൽ മീഡിയ എന്താണെന്നോ ഇന്ന് ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ അന്ന്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഓരോ സ്റ്റേജിലും ഇതെങ്ങനെ സർവൈവ് ചെയ്യാം, അങ്ങനെയാണ് എൻ്റെ ലൈഫ് വരിക. അപ്പം ഞാനതിനെ എന്താ പറയുക, എൻ്റെ ആഗ്രഹവും പിന്നെ ഒരു പോയിന്റിലെത്തുമ്പോൾ ഈ ആഗ്രഹത്തിനേക്കാൾ ഉപരി നമ്മുടെ ഒരു ഇപ്പോൾ ഇവിടെ വിജയങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അപ്പോൾ നമ്മളുടെ ആർട്ട് വെച്ച് എങ്ങനെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നടക്കുന്നുണ്ട്. ഇതിനെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയുടെ ഉദാത്തമായ അങ്ങനെയൊന്നുമല്ല എൻ്റെ ഒരു ഭാഷ ഇപ്പം എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടെന്നുള്ള ലെവലിൽ, അല്ലാണ്ട് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഒരു സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോഴും ഇല്ല. ജോജുവിന് സിനിമ ഒരു പ്രൊഫഷൻ അല്ല. ഒബ്സർവ് ചെയ്യുമ്പോൾ ജോജു സിനിമയെ ഭയങ്കരമായി പ്രണയിക്കുകയും ഒരു ഒബ്സഷൻ പോലെ കൊണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എവിടെ ഇതിൻ്റെ ഒരു തുടക്കം എവിടെയാണ്? അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇതിനോടുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. പിന്നെ നമുക്കത് നടന്മാരോട്, സിനിമയോട് ഭയങ്കര ഒരു ഇതായി. അന്നത്തെ നായികമാരൊക്കെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, അവരെയൊക്കെ പ്രേമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഇതെൻ്റെ ചേട്ടനായിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു പക്ക ഫാൻ ബോയ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ലാലേട്ടൻ, മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ജയറാമേട്ടനോടൊക്കെ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു ഒരു സമയത്ത്. ഇപ്പം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ദിലീപ് ഏട്ടൻ അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ 90s കാലഘട്ടത്തിലുള്ള സിനിമകളോടും ഇതൊക്കെ അന്ന് നടന്മാരോടായിരുന്നു. പിന്നെ അത് നമ്മൾ ഇതിൻ്റെ ഒരു പഠനം തുടങ്ങുന്ന സമയത്ത് പതിയെ ഡയറക്ടേഴ്സിനോടായി. അസിസ്റ്റൻറ്റ് ഡയറക്ടറായ സമയം മുതൽ ഇതിൻ്റെ മെയിൻ ആൾ ഡയറക്ടറാണ് എന്നുള്ളൊരു ഇതിലോട്ടായി. അപ്പോഴും നമ്മൾ ഈ ആക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അഭിപ്രായങ്ങൾ മാറുന്നു. ഇപ്പോൾ ഇന്ന് പറയുന്ന ഈ ഒരു അഭിപ്രായം നാളെ ഞാൻ എൻ്റെ ഒരു പഠനം കൊണ്ട് തിരിച്ചറിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ സിസ്കൾ ടു MC² എന്ന് പറയുന്നു, നാളെ ഇനി ഒരാൾ വന്നിട്ട് പറയുകയാണ് തെളിയിക്കലല്ല, അതല്ല പറഞ്ഞാൽ നമ്മൾ പഴയത് പിടിച്ചുകൊണ്ടിരിക്കില്ലെന്ന് പറഞ്ഞ പോലെ നാളെയും നമ്മുടെ അഭിപ്രായങ്ങൾ കാരണം ഇതൊരു ആർട്ടാണ്. ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയെന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭ്രാന്തമായൊരു ഇഷ്ടം മാത്രമായിരുന്നു കൈമുതൽ ആയിട്ടുണ്ടായിരുന്നത് കയ്യില്. ആ യാത്ര ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഗൈഡ് ലൈൻ ഇല്ലല്ലോ നമുക്ക്, ഇന്നത്തെ പോലത്തെ ഒരു ഗൈഡ് ലൈൻ ഇല്ല. അന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു വലിയ ആൾ.
അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അസോസിയേറ്റ് ഡയറക്ടറാണ് വലിയ ആൾ. അപ്പോഴും എൻ്റെ ബുദ്ധിയിൽ ഡയറക്ടറാണ് വലിയ ആളെന്ന് ചിന്തിച്ചില്ല. ആ ഡയറക്ടറാണ് മെയിൻ ആളെന്ന് അറിയാൻ തന്നെ ഞാൻ കുറേ സമയം എടുത്തു. ഞാൻ അവിടെ നിന്നാണ് വന്നത്, അത്രയും ബാക്കിൽ നിന്നാണ് വന്നത്, മനസ്സിലായോ? അപ്പോൾ ഇന്നതില്ല. ഇന്ന് അങ്ങനെ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഓൺലൈനിലുള്ള ആളുകളും പല ആളുകളും ഭയങ്കര സെലിബ്രിറ്റികളാണ് സിനിമാ നടന്മാരെക്കാൾ വലുതായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്യുവർ ആർട്ട് കൊണ്ട് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു നല്ല കാര്യമാണ്. കാരണം പണ്ടത്തെ ആഗ്രഹം വെച്ച് നടന്ന ആരും ഇന്ന് സക്സസ് ആകാൻ പോകുന്നില്ല. ആ ആഗ്രഹത്തിൻ്റെ ഒപ്പം കൃത്യമായ പഠനവും ബുദ്ധിപൂർവമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ ഇന്ന് സിനിമയിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റൂ. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. കാരണം അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കേസാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അതിനോടുള്ളൊരു സ്നേഹവും ഇതും ആ ആർട്ടും ഇത് ചില മണിക്കൂറുകളോളം നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഒരു സിനിമയുടെ മാറ്റർ. ഇപ്പോൾ ഈ കമൽ സാറായിട്ടൊക്കെയുള്ള എനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയ ഭംഗി, വെളുക്കിന് 3 മണി 4 മണി വരെയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നിട്ടുണ്ട്. സിനിമ മാത്രം, ബോറടി ഇല്ലാതെ പല പല കാര്യങ്ങളും സിനിമയെക്കുറിച്ച് മാത്രം, പല സിനിമകൾ, പിന്നെ സിനിമയിൽ വരുന്ന മാറ്റങ്ങൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെനിക്കും അത് അറിയുന്ന ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഒരു ഒബ്സഷനാണ്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. ബാക്കി വൃത്തിക്ക് ഒരു വണ്ടി ഓടിക്കുന്ന കാര്യം വരെ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വണ്ടിയിലിരുന്നാൽ പോലും കംഫർട്ടബിളായിട്ട് ഇരിക്കില്ല. സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എന്നോട് കംഫർട്ടബിൾ ആവാം. അതുമാത്രമാണ് എനിക്കും എൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് പറയാൻ പറ്റുന്നത്. ഈ പഠനം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സിനിമയെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ചിട്ടാണോ, അതോ ഓവറോൾ ഒരു സിനിമയുടെ കമേഴ്ഷ്യൽ? കാരണം പ്രൊഡ്യൂസറും കൂടെയാണ്, ഇപ്പോൾ ഡയറക്ഷനും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഠനം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. കാരണം എന്താണ് പഠിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അത് ഞാനും അങ്ങനെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പഠിക്കാമെന്ന് എന്നോട് പറയുന്നത്, നിങ്ങൾ പഠിക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ ഭീകരമാണ് സിനിമയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഠനമാണ്. എനിക്ക് നല്ലൊരു നടനാവണം, അല്ലെങ്കിൽ എനിക്കൊരു നാഷണൽ അവാർഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള നടന്മാരുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാവണം. അതെങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ പഠനം ആവശ്യമാണ്. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് വായിക്കുക എന്നുള്ളതല്ല, ഇൻഫോർമേഷൻസാണ്. കാരണം ഒരു ഇമോഷൻ റീക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീൻ നരേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീൻ ഡയറക്റ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഓൾ ടുഗദറാണ്. ഞാൻ സിനിമയുടെ എല്ലാ വശങ്ങളും പഠിക്കുന്ന ഒരാളാണ്. ടെക്നിക്കലായാലും അതെല്ലാം വർത്താനമല്ല. അതുകൊണ്ടാണ് എനിക്കൊരു പടം ഇൻഡിപെൻഡൻ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റും. അത് കാരണം ഒരുപക്ഷെ ഞാൻ ആ സിനിമ ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ആളുകൾ സിനിമ കണ്ടതിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞു, ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് ജോജുവിൻ്റെ കിളി പോയി, ജോജു അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പം ഇയാൾക്ക് വല്ല പ്രാന്തുണ്ടോ? ശരിക്കും പ്രാന്താണ്. കാരണം കരിയറിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പലതും ചെയ്ത ആളുകൾ സിനിമ കണ്ട് എന്നോട് പറഞ്ഞു അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കേട്ടോ, അത് ഓഫ് കോഴ്സ്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് അതങ്ങനെ പലർക്കും അങ്ങനെ തോന്നുകയും എൻ്റെ കിളി പോയെന്ന് തോന്നുകയും അതുപോലെ ഞാൻ ചെയ്ത് ശരിയല്ല എന്ന് തോന്നുകയൊക്കെ ചെയ്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുണ്ടാവും, അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു വെച്ചാൽ ഈ പഠനം ഞാൻ പഠിച്ചതും അതിനെക്കുറിച്ചിട്ടുള്ളൊരു അറിവ് കൊണ്ട് മാത്രം നിലനിന്നതാണ് ഞാൻ. ആക്ച്വലി അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ പൊട്ടിപ്പോയാൽ. ആ ഒരു ബാക്കില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നൊരു ഫീൽഡല്ല. കാരണം നിങ്ങളിപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ എണ്ണം, ഒരു ആക്ടർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും അല്ലേ? പക്ഷെ ഒരു ഡോക്ടറെ നോക്കുമ്പോൾ അത്രയും ഉണ്ടാവും. ഇനി ഒരു ഡ്രൈവറെ നോക്കിയാൽ അതിലും കൂടുതലുണ്ടാവും. പക്ഷെ ഒരു ഡ്രൈവർ ആവണമെങ്കിൽ ഒരു പ്രൊസീജിയറുണ്ട്. ലേണേഴ്സ് എടുക്കണം, ഡ്രൈവിംഗ് പഠിക്കണം, ഓടി ട്രെയിൻഡ് ആവണം. അയാൾ പ്രൂവ് ചെയ്തിട്ട് ഒരു ഡ്രൈവർ ആവുന്നത്. ഡോക്ടർ ആവണമെങ്കിൽ 5 വർഷം പഠിക്കണം, പിന്നെ സ്പെഷ്യലൈസ് ചെയ്യണം. അപ്പോഴും എണ്ണം കുറവുള്ളത്. ഈ പ്രൊഫഷന് വാല്യൂ കൽപ്പിക്കണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്ക് ആ നടനാണ് ഈസിയായിട്ട് പോയിട്ട് അങ്ങനെ ഒരാൾക്കും ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കാര്യഗൗരവത്തിലെടുത്ത് നീങ്ങേണ്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പം എറണാകുളത്തും ഇരിക്കുവാൻ്റെ മെസ്സേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒന്ന് കണ്ണടച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ മെസ്സേജാണ്. അഭിനയത്തിന് ചാൻസ് ചോദിച്ചു വരും എൻ്റെ അടുത്ത്, നിങ്ങളിങ്ങനെ വന്നതല്ലേ.
അപ്പോൾ ഇവർക്ക് ആ ചോദ്യത്തിൽ തന്നെ അവരുടെ അറിവില്ലായ്മയുണ്ട്. കാരണം അങ്ങനെ ഒരാളെ നടനമൊന്നും ആക്കാൻ പറ്റത്തൊന്നുമില്ല. അവരിൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരത് കാണിക്കാൻ ഇന്ന് കാണുന്ന ഓൺലൈനും OTT, ഇപ്പോൾ ഞാനൊക്കെ കാസ്റ്റ് ചെയ്തത് പലതും ഓൺലൈനിലുള്ള റെഫറൻസുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ക്രാഫ്റ്റ് അവർ കാണിക്കാൻ പറ്റിയാൽ അവർക്ക് ഇതാവും. പക്ഷേ ഈ ആഗ്രഹം വെച്ചിട്ട് പഴയ പോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പരിപാടി വർക്കൗട്ടാവുമെന്ന് തോന്നുന്നില്ല. ജോജു പണിയുടെ ഡയറക്ടർ ആയിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ ആ വേണ്ടത്ര ഒരു 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 ഇത് കിട്ടിയില്ല ആ സിനിമ, അങ്ങനെ തോന്നുന്നില്ല. കാരണം അത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പെർഫെക്റ്റ് മൂവി പോലെ എനിക്ക് തോന്നിയിരുന്നു അത്. പക്ഷെ അത് എന്താണ് ആ സിനിമ, അത് അടുത്ത ഇതിലേക്കൊരു ഒരു റിവ്യൂ ആണോ, എന്താ ആ സിനിമയ്ക്ക് പറ്റി? കാരണം അത് വേണ്ടൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അത് കിട്ടേണ്ട ഒരു അല്ല, എൻ്റെ അടുത്ത് തമിഴിലെ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സും അല്ലെങ്കിൽ ഇപ്പം എന്നെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വലിയ കമ്പനികളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, അത് ആ പടത്തിന് വേണ്ടത്ര കളക്ഷൻ, ഇതിലും കൂടുതൽ കളക്ഷൻ വരാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരാമായിരുന്നു എന്ന് പറഞ്ഞില്ല. അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് വിധി എന്ന് പറഞ്ഞങ്ങോട്ട് തള്ളിക്കളയാം. ഇനി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സിസ്റ്റം അങ്ങനെ ആയിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഇപ്പം എന്നെ വിളിച്ചിട്ട് ഒരാൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നെ ഇവർ 50 രൂപ വാങ്ങുന്ന സമയം തുടങ്ങി കാണുന്ന ആൾക്കാരാണ് പലരും. 50 രൂപ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടക്കുമ്പോൾ തന്നു തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് തരുന്ന സാലറി അതല്ല. വലിയൊരു സാലറികളൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട്, തരുന്നുണ്ട്. പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അവർ വളരെ ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ട് നമ്മളോടും നമ്മുടെ പടത്തിനോടും ഭയങ്കരമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യമില്ലാണ്ട് നമുക്ക് ദേഷ്യം തോന്നില്ല ചില ആൾക്കാരോട്. എനിക്ക് തോന്നാറുണ്ട് ചില നമുക്ക് തോന്നും എന്ന് പറഞ്ഞ പോലെ എന്നോടും അങ്ങനെ തോന്നുന്നവരുണ്ട്. അപ്പം അതിന് പല പല കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഇത് സംഭവിക്കാൻ, ഇങ്ങനെയാണ് അത് വരേണ്ടത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെടുത്ത റിസ്ക് പടം മിക്സ് ചെയ്ത് തിരിച്ച് തിയേറ്ററിൽ നിന്ന് മിക്സിങ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല. അതുവരെ ഞാനൊരു 100 തവണ 13 വേർഷനാണ് അതിൻ്റെ എഡിറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ ഓരോ എഡിറ്റും നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയോ വട്ടം കാണുമെന്നറിയോ വീട്ടിലിട്ടും. കാരണം നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ പടം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ചിന്തിച്ച് നോക്കിയപ്പോൾ അത്രയും പൈസയുടെ റിസ്ക്കും പുതിയ ആൾക്കാരും എൻ്റെ മനസ്സിലുള്ള കുറച്ച് ചിന്തയും കൊണ്ട് ഞാനൊരു പടം ചെയ്തു. അത് പൊട്ടിയിരുന്നുവെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയില്ല. അത്രയും വലിയ റിസ്ക്കാണ് ഞാനത് എടുത്തത് ആ പടം ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഞാൻ. എനിക്ക് പരാതികളൊന്നുമില്ല. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ, ദൈവമേ. കാരണം അത് എന്തൊരു വലിയൊരു താഴ്ചയായിരുന്നു എന്നുള്ളത് ഞാൻ ചെയ്യുന്ന സമയത്തോ അത് ഡിസിഷൻ എടുക്കുന്ന സമയത്തോ ഞാൻ അതിനെക്കുറിച്ച് ബോധവാനല്ല. ചെയ്യാം എന്നൊരു മൊമെൻറ്റിൽ തീരുമാനിക്കുന്നു, ഇറങ്ങിത്തിരിക്കുന്നു. ചെയ്ത് ഇതൊരു ഘട്ടം എത്തി തീർത്തിട്ട് ഇറങ്ങിയിട്ട് ഞാൻ പേടിച്ച്, പച്ചയ്ക്ക് പറഞ്ഞ് പേടിച്ച് അപ്പിയിട്ടുണ്ട്. അത്രയും പേടിച്ചു ദിവസങ്ങളോളം ഞാൻ ജീവിച്ചിട്ടുണ്ട് ഞാനെടുത്ത് റിസ്ക് ആലോചിച്ചിട്ട്. കാരണം ആ പടം ഇത്രയും പൈസ, അതും പുതിയ ആൾക്കാരെ വെച്ച്, ഇന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് കൊള്ളാമെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതിന് മുമ്പത്തെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നെ നോക്കിയിട്ട് കൊള്ളാട്ടോ അവർക്ക്. അങ്ങനെ ആരും പറഞ്ഞില്ല, അങ്ങനെ വലിയ ആൾക്കാരാണ് മീൻസ് ജോജു പ്രതീക്ഷിച്ചിരുന്ന ജോജുവിന്റെ ക്ലോസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിളിച്ച് പറയുക? എനിക്ക് നിങ്ങൾ നോക്കൂ, അതായത് നിങ്ങൾ തന്നെ പറഞ്ഞു ഉത്തരം പറയും. ഞാൻ ചോദിക്കാം, മറ്റൊരു എൻ്റെ പേരിന് പകരം ആ പടത്തിന് വേറൊരാളുടെ ഡയറക്ടറുടെ പേരായിരുന്നുവെങ്കിലും ഇതിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുമായിരുന്നില്ലേ? കിട്ടുമായിരുന്നു, ഉറപ്പായിട്ടും. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ജോജു ഏകദേശം ഒരു 10 വർഷത്തോളം എടുത്തിട്ടാണ് ആദ്യം ഒരു ഡയലോഗ് പറയാൻ ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇത് മതിയെന്ന് വിചാരിച്ച് മതിയാക്കുക എന്ന് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ആകെ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 പിള്ളേരുണ്ടായപ്പോൾ മാത്രം 3 മാസം ഞാൻ അങ്ങനെ ചിന്തിച്ചു. എൻ്റെ വൈഫ് പറഞ്ഞു, ഇരട്ട കുട്ടികളാണ്, നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതിയോ എന്ന് എൻ്റെ അടുത്ത് ഫീഡ് ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ ആകെ. അപ്പോഴേക്കും ഞാൻ പുള്ളിപ്പുലി എന്നുള്ളൊരു സിനിമയിൽ അഭിനയിച്ച് ഞാൻ നിർവൃതി കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം സഫലമായി, ഇതിൽ കൂടുതൽ എനിക്ക് കിട്ടാനില്ല, ഇത്രയും വലിയത് കിട്ടിയല്ലോ എന്നുള്ള ലെവലിൽ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്നാൽ പിന്നെ
നിർത്താം, ഇനി കുടുംബത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ലെവലിൽ ഞാൻ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ശ്രമം നടത്തി കാനഡയിലോട്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് രാജാതിരാജ എന്നുള്ള സിനിമ കിട്ടി. പിന്നെ ഞാൻ ചിന്തിക്കേണ്ട വന്നിട്ടില്ല എനിക്ക്. വീട്ടുകാർ കട്ടയ്ക്ക് നിന്നോ കൂടെ ത്രൂ ഔട്ട് ഈ 10-15 വർഷം? ഞാൻ വീട് നോക്കുന്നത് അന്ന് ഞാൻ കടം വാങ്ങിയും റിയൽ എസ്റ്റേറ്റ്, ഞാൻ എന്നെക്കുറിച്ച് ലാൽജു സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോജുവിനെ പല പൊസിഷനിലും കണ്ടിട്ടുണ്ടെന്ന്. അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിട്ട് കണ്ടിട്ടുണ്ട്, ഹോട്ടൽ നടത്തുന്ന ആൾക്കാരായിട്ട് കണ്ടിട്ടുണ്ട്, വണ്ടി റെൻറ്റിന് കൊടുക്കുന്ന ആളായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനെടുക്കാത്ത ജോലികളില്ല. അപ്പോൾ ഞാനത് ചെയ്തിട്ട് ഞാൻ വീട് നോക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നെ ആർക്ക് കുറ്റം പറയാൻ പറ്റും? എൻ്റെ വീട്ടിൽ കാശില്ല, അപ്പോൾ ഞാൻ എൻ്റെ അപ്പനും അമ്മയും നോക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ ചിലവിന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ അവരെ കൺവിൻസ് ചെയ്യുകയാണ് നമുക്കൊരു ദിവസം വരും. ആ ഒരു അതിനൊരു ധൈര്യമെന്നോ ബോധമില്ലായ്മന്നോ എന്തുവേണേലും വിളിക്കാം. എന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു. അല്ല, നമ്മുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുമ്പോൾ ശരിയാവും എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെ നമ്മൾ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കാം ചിലപ്പോൾ അതൊക്കെ സംഭവിക്കേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെ സംഭവിച്ചു. ഈ സ്ട്രഗ്ലിംഗ് പീരീഡിന് ശേഷം ആദ്യം ടേണിംഗ് പോയിന്റ് ആയെന്ന് തോന്നിയ കഥാപാത്രം ഏതാണ്? ഓരോ പോയിന്റും ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇന്നൊരു പോയിന്റ് ഒന്നുമില്ല. എന്നെക്കുറിച്ചിട്ട് ഇപ്പോൾ ആദ്യം ഡയലോഗ് പറഞ്ഞ 99-ൽ ഞാൻ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞ വിനയൻ സാറിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഞാൻ വളരെ വൃത്തിയായിട്ട രീതിയിലാണ് ഡയലോഗ് പറഞ്ഞതും എൻ്റെ ആഗ്രഹം മൂലം എനിക്കൊരു വേഷം കിട്ടുകയും ചെയ്തു. പിന്നെ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഡയലോഗ് പറയണം. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് പറഞ്ഞു ഡയലോഗ് പറഞ്ഞപ്പോൾ. അപ്പോൾ ഓരോ പോയിൻറ്റും എന്നെ സംബന്ധിച്ച് ടേണിംഗ് പോയിൻ്റാണ്. എനിക്ക് ഇന്ന പോയിൻ്റ് ഒന്നുമില്ല. പക്ഷേ ജോസഫ് എന്നുള്ള സിനിമയോട് കൂടിയിട്ട് എനിക്ക് എന്താ പറയുക, ഒരു വലിയ ഈ അവിടെ നിന്ന് ശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം എനിക്ക് ബോണസാണ്. കാരണം ഞാൻ സ്വപ്നം കണ്ട 126 ദിവസത്തോളം ആ പടം ഓടി, 4-5 ഭാഷയിൽ അത് റീമേക്ക് ചെയ്യപ്പെട്ടു, നന്നായി കളക്ട് ചെയ്യപ്പെട്ടു. അതും ഞാൻ റിസ്ക് എടുത്തൊരു സിനിമയായിരുന്നു. ജോസഫിലേക്കുള്ള ഒരു വഴി എന്തായിരുന്നു? എങ്ങനെയാണ് അത് സിനിമ? ജോസഫ് എന്നുള്ള സിനിമ എൻ്റെ അടുത്ത് കഥ പറയുന്നു ആദ്യം. അപ്പം ഞാൻ കഥ ഇഷ്ടപ്പെടുന്നു. പിന്നെ അതിന് അങ്ങനെ വലിയ പ്രോഗ്രസ് ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റാണ് ആ സമയത്ത്. എനിക്ക് നല്ല സാലറിയിൽ ഇഷ്ടംപോലെ സിനിമകളാണ്. ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ആയാലും രാമൻ്റെ എന്തോട്ട് അങ്ങനെ പറഞ്ഞൊരു കുറേ പടങ്ങളിൽ ക്യാരക്ടർ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല തിരക്കിൽ നടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കഥ കേൾക്കുന്നത്. നമുക്ക് ചെയ്യാമെന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് നായകനായിട്ട് അഭിനയിക്കാനായിട്ട് പല പല കുഞ്ഞു പടങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും ഹാപ്പിയല്ല. കാരണം അതിനൊന്നും ഒരു അപ്പോഴും നമ്മളിതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ. അപ്പോൾ ഞാൻ ഡയറക്ഷൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ നടക്കുന്ന സമയമാണ് ഏകദേശം. ഞാൻ മമ്മൂക്കയുടെ അടുത്തും പല നടന്മാരുടെ അടുത്തും കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്താണ് പപ്പേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, എടാ ഇങ്ങനൊരു പടമുണ്ട്, നീ നായകനാവുമെന്ന് വെച്ചു. പപ്പേട്ടൻ്റെ ധൈര്യമുണ്ടോ എന്ന് വെച്ചു. എനിക്ക് ധൈര്യമുണ്ട്, നീ ഓക്കെയാന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. പപ്പേട്ടനാണ് അതിലോട്ട് ഒരു ഡയറക്ടർ. അന്ന് പപ്പേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റ് ആയിരിക്കുന്ന കാലം തുടങ്ങിയിട്ട് എനിക്കറിയാം പപ്പേട്ടനെ. ഒരു മനുഷ്യൻ എന്നുള്ള ലെവലിൽ വളരെ നല്ലൊരു മനുഷ്യനാണ് പുള്ളി. അപ്പോൾ ആളെന്ന് പറയുന്നിടത്തു നിന്ന് കയറുന്നു. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അത് ആദ്യം അപ്പോൾ ഞാൻ ഓൾറെഡി അതിന് മുമ്പേ പ്രൊഡ്യൂസറാണ്. ഞാൻ ഉദാഹരണം സുജാത, ചാർലി 2 പടങ്ങൾ നമ്മൾ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ കോർഡിനേറ്റ് ചെയ്ത് ഞാനാണ് ആ പടങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ എല്ലാ സിനിമയുടെ ഒരു വശം നമ്മളപ്പോഴേക്കും അത് സംഭവിക്കുന്നത് 2018 94 ഞാൻ തുടങ്ങിയതാണ്. 94 തുടങ്ങിയിട്ട് 2018 എത്തുമ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇതിനെക്കുറിച്ചൊരു ധാരണകളും പഠനങ്ങളും അപ്പോഴേ ഉണ്ട് എനിക്ക്. അങ്ങനെ ആ പടം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വൃത്തിയായിട്ട് മാർക്കറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ട്രെയിനിങ് ആയിരുന്നു. അതിന് മുമ്പ് കിട്ടിയതൊക്കെ പടങ്ങളൊക്കെ ചെയ്തൊക്കെ എൻ്റെ ഒരു ട്രെയിനിങ് പീരീഡായിരുന്നു. അങ്ങനെയാണ് ആ പടം സംഭവിക്കുന്നത്. വീട്ടിൽ കലാകാരന്മാരെങ്കിലും ഉണ്ടോ? എന്ത് ബാക്ക്ഗ്രൗണ്ട്? വീട്ടിലെ സിബ്ലിങ്സോ പേരൻസോ ആരെങ്കിലും എന്തെങ്കിലും കലാപരമായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ? എനിക്കിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ലുക്കാണ് തോന്നുന്നത്, കലാകാരൻ എന്നുള്ള ലെവലിൽ. ഇപ്പം നമ്മളിപ്പോൾ കല
ഡാൻസ് കളിക്കണോ പാട്ട് കളിക്കണോ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരെല്ലാവരും കലാകാരന്മാരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആർട്ട് എന്നുള്ള ആ ലെവലിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും കലാകാരന്മാരാണ്. അതർവൈസ് വേറെ അങ്ങനെ നമ്മൾ പ്രകടനപരമായിട്ട് ഒരു കാര്യങ്ങളാർക്കും ഇല്ല. പിന്നെ ഞാൻ വന്നതൊരു ഭയങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ 5:30 നല്ല രസമുള്ള പാട്ടുകൾ കേൾക്കുക, പള്ളിയിൽ വെച്ചിട്ടുണ്ടാവും, ഓൾട്ടർ ബോയായിട്ട് പോവുക, പിന്നെ അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട സകല മത്സരങ്ങളിലും പങ്കെടുക്കുക. അങ്ങനത്തെ ഒരു വലിയൊരു ട്രെയിനിങ് എനിക്ക് കിട്ടിയിരുന്നു ആ സമയത്ത്. അപ്പോൾ അല്ലാതെ അങ്ങനെ ഒന്നും ഇല്ല. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് ചോദിച്ച പോലത്തെ അങ്ങനെ ഇല്ല. പക്ഷെ അവർക്ക് അതെല്ലാം അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പം എൻ്റെ മക്കളായാലും എല്ലാവരും അതിൻ്റെ ഒരു ആ വശത്തുള്ള ആൾക്കാരാണ്. ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് എന്ന് പറയുമല്ലോ നമ്മൾ, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും. ജോജു ഒരു ടിപ്പിക്കൽ തൃശ്ശൂർക്കാരനായിട്ട് ഇപ്പോഴും തോന്നാറുണ്ട്. ഭയങ്കര ലൈഫുള്ള ഈ തൃശ്ശൂർ എത്രമാത്രം ജോജുവിൻ്റെ ഒരു ക്യാരക്ടർ ഫോർമേഷന് ഒരു റോൾ എന്താ ഉള്ളത്? ഭയങ്കരമായിട്ടുണ്ട്. അത് എനിക്കറിയില്ല. അവിടുത്തെ ഭക്ഷണം മുതൽ, തൃശ്ശൂരിൻ്റെ ഒരു ഭക്ഷണം മുതൽ, ഇപ്പം നമ്മുടെ ഒരു കൾച്ചർ, ഇപ്പം ഏറ്റവും കൂടുതൽ ഉത്സവങ്ങളും പെരുന്നാളുകളും, നിങ്ങൾ ആ ഉത്സവത്തിൻ്റെ പെരുന്നാളിൻ്റെ സീസണിൽ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഊരകം വഴി ഇരിഞ്ഞാലക്കുട വഴി മാളയ്ക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെ റോഡിലെ ഡെക്കറേഷൻ ആയിരിക്കും. കാരണം സകല സ്ഥലത്തും ഒരേ സമയത്താണ് പെരുന്നാളും ഉത്സവങ്ങളും നടക്കുക. പിന്നെ സെലിബ്രേഷൻ്റെ അങ്ങേയറ്റാണ്. കാരണം 3 ഉത്രാളിക്കാവ് പൂരം തുടങ്ങി, ഉത്രാളിക്കാവ് പൂരം, ആറാട്ടുപുഴ പൂരം, തൃശ്ശൂർ പൂരം, നെന്മാറ വേല, ഇത് ഏറ്റവും വലുത്. ചെറു പരിപാടികളെന്ന് പറഞ്ഞാൽ പെരുന്നാളുകളും കാര്യങ്ങളും ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഒരു ആഘോഷവും ഇപ്പം നമ്മൾ തമിഴ് എനർജി എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് വയലൻസിലുണ്ട്. ഞാൻ ശരിക്കും ലൈവ് ഒരുപാട് ഇടികളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ശരിക്കും നല്ല രസമുള്ള ഇടികളൊക്കെ കണ്ടു. അവിടെ അങ്ങനെ ഒരു പെരുന്നാളിന് കണക്ക് തീർക്കുന്ന ഒരു സംഭവം എല്ലാ പെരുന്നാളിനും. അതായത് അതിനു മുമ്പൊക്കെ ഇവർ കണ്ടിട്ട് വർത്തമാനം പറയണ്ടാവും, പക്ഷെ പെരുന്നാളിലെന്ന് അവർക്ക് ഓർമ്മ വരാം, അവൻ ഇടിച്ചല്ലോ തിരിച്ചടിക്കേണ്ടതെന്ന്. അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അത്. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമുള്ള, എല്ലായിടത്തും എല്ലാ നാടിനും ഒരു പ്രത്യേകത ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ അടുത്തറിഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ ഭയങ്കരമായിട്ട് ആ ലൈഫ് സ്റ്റൈൽ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്തപ്പോൾ തൃശ്ശൂർ തന്നെ വെച്ച് ചെയ്തതും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ജനങ്ങളും ബഹളവും എല്ലാം അതിനകത്ത് ലൈവായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തൊരു ഫീല് സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡയലോഗ്. പുള്ളിയൊക്കെ പറഞ്ഞത് ജോജു ഭയങ്കര പെർഫെക്ഷനിസ്റ്റ്, സാഗരം പറഞ്ഞത് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും അതിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യണം, സിങ്ക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ചെയ്യണം. ആ ഒരു പെർഫെക്ഷനിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർട്ടിസ്റ്റിന് 20 ദിവസമാണ് ഡേറ്റ് എന്നുണ്ട്, ചിലപ്പോൾ അത് 35 ദിവസം വരെ പോകും. പക്ഷേ ജോജു അത് കൺവിൻസ് ചെയ്ത് അവിടെ നിന്ന് അത് ചെയ്യിച്ചിട്ടേ നമ്മളെ വിടുകയുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനിടയ്ക്ക് ഡയറക്ടറുമാണ്, പ്രൊഡ്യൂസറുമാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഹെഡേക്സ് ആണ്. എന്നിട്ടും ആ സിനിമ അങ്ങനെ ആ ഒരു വിഷനിൽ അത് അങ്ങനെ തന്നെ പൂർത്തിയാക്കണം എന്നുള്ളത് ഒരു തുടക്കം തൊട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. ആക്ച്വലി ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ ചിന്തിച്ചതിൻ്റെ ഒരു ഞാൻ എന്താണോ ചിന്തിച്ചത്, ആ ചിന്തിച്ചതിൻ്റെ ഒരു 60% എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമ എൻ്റെ അറിവിനും എൻ്റെ കാഴ്ചപ്പാടിനും അനുസരിച്ചായിരിക്കും. ഇപ്പോൾ സിനിമ വിദ്യാഭ്യാസം എത്രത്തോളം എനിക്കുണ്ടോ ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു സിനിമ ചെയ്യുക. അപ്പോൾ എൻ്റെ ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തോട്ട് പ്രോസസ്സ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം പ്രൊജക്റ്റായിട്ടൊന്നുമല്ല. ജോജു ജോർജ് എന്ന് പറഞ്ഞ നടൻ്റെ ഒരു കൊമേഴ്ഷ്യൽ പടം ഒരെണ്ണം ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഹിറ്റടിക്കണം. അപ്പം ഞാൻ വെറുതെ ചിന്തിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ ഐഡിയയിൽ എന്താണ്, അതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോജുവിനൊരു ഹിറ്റടിക്കണം, അതെല്ലാ നടന്മാർക്കും ഉള്ള പോലെ ഒരു ഹിറ്റ് പൊള്ളാടാൻ കലക്കിയിട്ട എന്നിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പോലെ സാധാരണ ചിന്ത. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ അറിവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പണിയാണ് അതിന് പറ്റിയൊരു പടമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തത്. അതെൻ്റെ ചിന്തയും. പക്ഷെ അതിന് ഈ ക്രാഫ്റ്റിനോട് അടുത്ത് നിൽക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. അതിൻ്റെ കഥയൊന്നും ഒരുപാട് പേര് പറഞ്ഞു ഒരു കഥയില്ലെന്ന് പടത്തിൽ. ഞാൻ കഥയിൽ വിശ്വസിക്കുന്ന ആളല്ല. സിനിമ വേറൊരു നരേറ്റീവാണ്, ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഓർത്തിണക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ള ലെവലിലാണ് ഞാൻ ഇത്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഇങ്ങനെ
ഇങ്ങനെ വേണമെന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈൻ ക്വാളിറ്റി ഒന്നും എനിക്ക് പല സ്ഥലത്തും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് എഡിറ്റിന് വേണ്ട ഒരു വേർഷന് വേണ്ടിയിട്ട് എനിക്ക് എഡിറ്റിന് ഇന്നൊരു വിഷ്വൽ വേണമെന്ന് പറയുന്ന ഒരു വേർഷനുണ്ട്. അത് കിട്ടുന്നവരെ ഞാൻ ട്രൈ ചെയ്യും. മിനിമം അത് കിട്ടിയില്ലെങ്കിൽ പടം സ്റ്റാൻഡ് ഔട്ട് ചെയ്യില്ല. എൻ്റെ പെർഫെക്ഷൻ എന്നുള്ള ലെവലിലോട്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ ഞാൻ 34 ടേക്ക് വരെ പോയിട്ടുണ്ട് ഒരു ഷോട്ട്, 34 ടേക്സ്. എൻ്റെ പോലത്തെ ക്ഷമയില്ലാത്തൊരു മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനത് വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ചെയ്തത്. അത് ചെയ്ത് എനിക്ക് കിട്ടേണ്ടിയിരുന്നത് കിട്ടേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഒരു മിനിമെങ്കിലും എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അപ്പോൾ എനിക്കറിയാം ഇതിലും ബെറ്റർ വേർഷൻ ആ സിനിമയ്ക്ക് ഉണ്ടെന്നും അതൊരു ഭയങ്കര പെർഫെക്റ്റ് ആണെന്നുള്ള ധാരണയൊന്നുമില്ല എനിക്ക്. നമുക്ക് പിന്നെ ഇതാണല്ലോ, ഇതൊരു കളക്റ്റീവ് ആർട്ടാണല്ലോ. ഇപ്പം ഞാനവിടെ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളപ്പം പോലെ ഒരാൾക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റിക്കോളുന്നില്ല. ചിലപ്പോൾ അവർ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അഭിനയിച്ചിരിക്കാം. ഇതൊക്കെ ആ സമയത്ത് സംഭവിക്കുന്നതാണ്. മണിരത്നത്തെയാണ് ആദ്യമായിട്ട് ഈ സിനിമ കാണിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു സജഷൻ പറയുകയും അത് ചെയ്യുകയും ചെയ്തു എന്നും കേട്ടു. ഞാൻ രണ്ടുപേരും കാണിച്ചു. മണി സാറിനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു, കമൽ സാറിനെയും. അവർ രണ്ടുപേരാണ് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ പടം കാണിച്ചത്. ആക്ച്വലി ആദ്യം കണ്ടത് ജോഷി സാറാണ്. കാരണം ഒരു പടം ഒരു 60% ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് കൂട്ടണം. കുറ്റമായിട്ടല്ല, പലർക്കും അതങ്ങ് കറക്റ്റല്ല എന്ന് തോന്നുന്നു. ഞാൻ ചെയ്തതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഹ്യൂജ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പ്രശ്നം തോന്നുന്നില്ല, എനിക്കിത് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചുറ്റുപാടിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോൾ ഞാൻ ജോഷി സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചിട്ട് സാറൊന്ന് വരുമോ, ഒന്ന് കണ്ടു നോക്കൂ ഇതുവരെയുള്ളൊരു വേർഷൻ എന്ന് പറഞ്ഞു. സാറ് വന്നിട്ട് കണ്ടു. സാറ് വന്ന് കണ്ടിട്ട് അന്ന് സാറിനത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അതിനുശേഷം സിനിമയായിട്ട് ഞാൻ ഫുള്ള് കാണിക്കുന്നത് ഒരുപക്ഷെ മണി സാറിനെയും ഇവരായിരിക്കും. അപ്പം ഞാനെന്ന് വെച്ചാൽ ഞാനൊരു എഡിറ്റ് ലോക്ക് ചെയ്തിട്ടുള്ളൊരു 8ാമത്തെയോ 9ാമത്തെ വേർഷൻ കണ്ടാണ് ഞാൻ എഡിറ്റ് കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ പല പ്രാവശ്യം പല പല രീതിയിൽ ഞാൻ അതിലൊരു ലെങ്ത്തിൻ്റെ കാര്യം വെച്ചിട്ട് ഞാനൊരു സീൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ നിന്ന് ഒരു പോർഷൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ മണി സാർ പറഞ്ഞു ഇങ്ങനൊരു പോയിൻറ്റും കൂടി ഉണ്ടായാൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി. ഞാനത് ഡിലീറ്റ് ചെയ്ത സാധനം തിരിച്ചു വെച്ചാൽ നല്ലതാണ്. ഇത് തന്നെ കമൽ സാറും പറഞ്ഞു. അപ്പം ഞാൻ ആ ഡിലീറ്റ് ചെയ്തത് ഞാൻ തിരിച്ചു വെച്ചു. അപ്പോൾ അത് ആ സിങ്കായി. പിന്നെയും എഡിറ്റിംഗ് നടന്നു. പിന്നെ കാർത്തിക് സുബ്രാജ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വേറൊരു സജഷൻ പറഞ്ഞപ്പോൾ ഞാൻ ആ പടം വീണ്ടും വേറെ രീതിയിൽ എഡിറ്റ് നോക്കിയപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ഫൈനൽ വേർഷൻ. ഇവരൊക്കെ ആയിട്ട് കാർത്തിക് സുബ്രാജ്, മണിരത്നം അവരൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം എങ്ങനെയാണ് വരുന്നത്? ഭാഗ്യം, യോഗം, ഈസി ആയിട്ട് പറഞ്ഞാൽ. അല്ലാണ്ട് എങ്ങനെ നിങ്ങളുടെ പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മണിരത്നം പരിചയപ്പെടാൻ പറ്റുന്നു, സർപ്രൈസായി വർത്തമാനം പറയില്ലേ. ഇതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും. കാരണം ഞാൻ ഒരിക്കലും കണ്ടുമുട്ടുമെന്നോ അല്ലെങ്കിൽ ഇവരായിട്ട് വർക്ക് ചെയ്യുമെന്നൊന്നും ചിന്തിക്കാത്തൊരു സാഹചര്യത്തിൽ ഇവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് അനുരാഗ് കശ്യപ് സിനിമ കണ്ടു, അദ്ദേഹം ഫൈനൽ വേർഷനാണ് കണ്ടത്. അദ്ദേഹം നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും വലിയ കാര്യം, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കാർത്തിക് സുബ്രാജ്, സന്തോഷ് നാരായണൻ, അനുരാഗ് കശ്യപ് ഇവരെഴുതിയിട്ടു ഈ സിനിമ നല്ല സിനിമയാണ്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് ചെയ്തതല്ല. കാർത്തിയൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല, അനുരാഗ് കശ്യപ് പോലും അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷേ അദ്ദേഹം ആ സിനിമയെക്കുറിച്ചിട്ട് എഴുതിയിട്ടു. പിന്നെ മലയാളത്തിൽ നിന്ന് എഴുതിയത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. അത് പറഞ്ഞു. പിന്നെ ആട്ടത്തിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ആട്ടം എന്നുള്ള സിനിമയുടെ ഡയറക്ടറെ ഭയങ്കരമായിട്ട് ആ ക്രാഫ്റ്റിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നല്ലൊരു ക്രിയേഷൻ അത്. അപ്പോൾ ഇത്രയും പേര് പറഞ്ഞാൽ മതി എനിക്ക് ആ സിനിമ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഞാൻ രാജീവേട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. രാജീവേട്ടൻ വർക്കായി. അപ്പം പണിയെടുത്തുണ്ടാ രാജീവേട്ടൻ അങ്ങനെയൊന്നും പറയില്ല, അത്രയൊന്നും പറയില്ല, മാക്സിമം ഇത്രയൊക്കെ ഉള്ളൂ പണിയെടുത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ അപ്രീസിയേഷനൊക്കെ നമുക്ക് ഭയങ്കര ഇതായി. എന്നിട്ടാണ് പറയുന്നത് ഇതെന്ത് സിനിമയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അത് നമ്മളിങ്ങനെ കണ്ടാൽ മതി. അതായത് ഇവിടെ നമ്മളുടെ ഒരു അതിനെ വിലയിരുത്തുന്നവരല്ല വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സിനിമ വിദ്യാഭ്യാസമാണ് എൻ്റെ അഭിനയത്തിലും ഞാൻ ചെയ്യുന്ന ഡയറക്ഷനിലും കാണുന്നത്. തിരിച്ചപ്പുറത്ത് നമ്മൾ ഇപ്പം എന്താണ് പറയുക,
ഇപ്പോൾ ഏറ്റവും വേറെ ഡയറക്ടേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇതാണ് ചെയ്യുക. പിന്നെ ഇതിന് വിദ്യാഭ്യാസം മാത്രം പോരാ. ഇപ്പം കമ്പ്യൂട്ടർ പഠിച്ച ആൾക്കാർക്ക് ഇപ്പോൾ AI പഠിക്കണം. പഴയ ഡാറ്റ എൻട്രി ഒഴിവായി എന്ന് പറയുന്ന പോലെ തന്നെ ഇതിലും ഇതിൻ്റെ ഫോമുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എത്രത്തോളം ആളുകളെ വിശ്വസിപ്പിക്കണം എന്നുള്ളത് അതാണല്ലോ മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ട് എത്താനായിട്ട് നല്ല പണിയാണ്. അത് എളുപ്പമല്ല. അത് ഈ മലയാള സിനിമയിൽ നിന്ന് ഒരു ലാക്ക് ഓഫ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു, അധികം അപ്രീസിയേഷൻ ഒന്നും വരാറില്ല, ഞാൻ വളരെ മിസ്അണ്ടർസ്റ്റുഡ് ആണ് എന്നൊരു വേർഡ് യൂസ് ചെയ്തിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് ഈ ലാക്ക് ഓഫ് സപ്പോർട്ട് വരാൻ തുടങ്ങിയത്? സ്വന്തമായിട്ട് ലീഡൊക്കെ ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം ഒരു സ്റ്റാർ സ്റ്റേറ്റസിലേക്ക് എത്തിയ ശേഷമാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ എന്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ? ഞാനിവിടെ സീനിയർ റിപ്പോർട്ടറാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു എഫേർട്ട് എടുത്തൊരു വർക്ക് ചെയ്തു. ഈ ഓഫീസിലെ പലർക്കും അതിനെ പല രീതിയിൽ കാണാം. ഇതിലും വലുതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ രീതിയിൽ പല രീതിയിൽ പല ആംഗിളിൽ തന്നെ കാണാം. പക്ഷെ നിങ്ങളെടുത്ത എഫേർട്ടിന് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കേണ്ട എൻ്റെ ആൾക്കാർ പറയണം എന്നുള്ളത്. അത്രേ ഉള്ളൂ എൻ്റെ കാര്യത്തിലും. ഞാൻ ഒരു എഫേർട്ട് എടുത്ത് എനിക്ക് പണമാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് ഈ സമയത്ത് അഭിനയിക്കാൻ പോയാൽ കിട്ടുന്ന പൈസ നല്ല പൈസ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഈ ഒരു ആർട്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ആസ്വദിക്കുന്നവരാണ് ഭൂരിഭാഗം. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരാളൊരു എഫേർട്ട് എടുത്ത് കാണുമ്പോൾ ഞാനെന്നല്ല ആരായാലും അയാളതിന് ഉറപ്പായിട്ടും ആഗ്രഹിക്കില്ലേ. ഇനി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന വലിയ മാനസിക വലിപ്പമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിൽ എനിക്ക് എന്നോട് ഇപ്പോൾ അറിവുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലാത്തവരെല്ലാം നമ്മുടെ സാധാരണ ജനങ്ങളുടെ സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എതിരെ എന്നുള്ളതല്ല, ഒരു ആരോഗ്യകരമായൊരു അറ്റ്മോസ്ഫിയറിലല്ല നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ലെവലിൽ ഇപ്പം നിങ്ങൾ പുറത്ത് കാണുമ്പോൾ ജോജു ഓക്കെ ജോജു നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾ അഭിനയിക്കുന്നു നന്നായിട്ടുണ്ട്, നിങ്ങൾ അടുത്ത് ചെയ്യൂ, എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ പറയൂ എന്ന് പറയുന്ന സാഹചര്യത്തിലൊന്നുമല്ല. എല്ലാവരും കഷ്ടപ്പെട്ട് അവരുടെ ഒരു ഇതുണ്ടാക്കുക. പക്ഷെ അതൊന്നും ആരോ പറഞ്ഞിട്ടുണ്ട്, കലാകാരന്മാർ നശിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട് നശിച്ചു എന്നർത്ഥം. ഏറ്റവും അവസാനം നശിക്കാൻ ചാൻസ് ഉള്ളത് അവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലെവലല്ല ആർക്കും. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും. അപ്പം അതൊക്കെ ഒന്ന് മാറിയാൽ നല്ലതായിരിക്കും. ഞാൻ മാക്സിമം അത് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നല്ലൊരു എഫേർട്ടുള്ളൊരു ആക്ടറെ കണ്ടാലും ഒരു വർക്ക് കണ്ടാലും ഞാൻ അവരോട് വിളിക്കാറുണ്ട്. കാരണം അത് എളുപ്പമല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ ആ പ്രോസസ്സിലൂടെ കടന്നു വന്നതാണ്. ജോജുവിനെ പറ്റി എപ്പോഴും തോന്നാറ് വളരെ ജെന്യുയിൻ ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് തോന്നാറുണ്ട്. പുറത്തുനിന്ന് നോക്കിയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. വളരെ പച്ചയായ മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതിയിലുള്ള ഒരാൾ. അത് ആ ഒരു സ്വഭാവം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള മനുഷ്യൻ എന്നുള്ളതിനേക്കാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാവൽ നടത്തിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു ലൈഫ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ കാണാത്ത അത്രയധികം ട്രാജഡികളും സങ്കടങ്ങളും പ്രണയങ്ങളും എല്ലാം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ ഇതെല്ലാം കണ്ട് ട്രാവൽ ചെയ്ത് വരുമ്പോൾ കാണുന്നത് വെച്ചാൽ ഞാൻ നന്നായാലാണ് എൻ്റെ ആർട്ട് നന്നാവുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. കാരണം ഞാനിപ്പോൾ എനിക്ക് പല ക്യാരക്ടേഴ്സിൻ്റെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിനെ അവതരിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ വളരെ സ്നേഹമുള്ള ഒരാളെ അവതരിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ട്, തോന്നണം. അപ്പോൾ നമ്മൾ നന്നായിരുന്നാൽ നമ്മുടെ ആർട്ട് നന്നാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് ശരിയാണെന്ന് എനിക്കറിയില്ല, അത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുകയാണ്. ബേസിക്കലി ഒരു കലാകാരൻ ഒരു നല്ല മനുഷ്യൻ കൂടി ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ കാര്യം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നമ്മൾ ഉള്ളതുപോലെ അങ്ങ് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടി കോംപ്ലിക്കേഷൻസ് ഒഴിവായി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഞാൻ ബേസിക്കലി നല്ല മനുഷ്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഞാൻ ഭയങ്കര പൊട്ട മനുഷ്യനായിരിക്കും, ചിലർക്ക് ഞാൻ നല്ല മനുഷ്യനായിരിക്കും. അത് അവരുടെ കാഴ്ചപ്പാട്. ബേസിക്കലി ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ കുഴപ്പമില്ലാത്ത ഒരാളാണ്, വലിയ പ്രശ്നമില്ല. പണിയിലോട്ട് വരുമ്പോഴത്തേക്ക് അതുവരെ മറ്റുള്ള ഡയറക്ടേഴ്സിൻ്റെ വിഷൻ്റെ അണ്ടറിൽ അഭിനയിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജോജുവിൻ്റെ തന്നെ വിഷൻ്റെ ഒരു കൺവിക്ഷനിലാണ് ഇത് അഭിനയിക്കുന്നത്. സ്വന്തം പെർഫോമൻസിൽ
അത് എന്തോ ഒരു സെൽഫ് ഡൗട്ടോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് തോന്നിയിട്ടുണ്ടോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ? തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ആ എഡിറ്റിന് വേണ്ട മെറ്റീരിയൽ ഒപ്പിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി ഒരു ആക്ടറിൽ നിന്ന് ഞാൻ എങ്ങനെയാണോ ആ സിനിമയ്ക്ക് വേണ്ടി വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തത് അതുപോലെ തന്നെ എന്നിൽ നിന്നും വാങ്ങും. കാരണം എൻ്റെ മൈൻഡ് മൊത്തം ഡയറക്ഷനിലായിരുന്നു. കാരണം അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഗംഭീരമായിട്ട് ചിലപ്പോൾ ചെയ്താൽ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഒരുപക്ഷെ ഞാൻ വേറൊരു ആളാണ് ഈ ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രം തോന്നിയതാണ്. അതും ക്യാപ്ചർ ചെയ്യപ്പെടുക ചെയ്തത്. അപ്പോൾ അത് വേറെയാണ്. ഇപ്പോൾ ഞാനിപ്പം ജിത്തു ജോസഫിൻ്റെ സിനിമയിലാണ്. എനിക്കവിടെ ഒന്നുമില്ല, ഒരു ലഗേജില്ല, വളരെ ഈസി ആയിട്ട് അഭിനയിക്കുകയാണ്. അതിൻ്റെ എഡിറ്റ് എന്താണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിക്കുകയാണ്, ആ വേഷം അഭിനയിക്കുകയാണ്. അപ്പോൾ ആ വേഷത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ചിന്തിച്ച് അങ്ങനെ അഭിനയിച്ചു പോവുകയാണ്. പക്ഷെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനിൽ ഈ ഷോട്ടിൽ ഇന്ന പോലെയാണ് ഇയാൾ ഇരിക്കേണ്ടതെന്നുള്ള അതിനോട്ട് ഞാൻ എന്നെ അങ്ങ് ഫിറ്റ് ചെയ്യും. അങ്ങനെയല്ല ഞാൻ ശരിക്കും മറ്റു പടങ്ങളിൽ അഭിനയിക്കുന്നത്, കുറച്ചും കൂടിയും വേറെ രീതിയിലാണ്. പക്ഷെ അത് പറ്റാഞ്ഞിട്ടാണ്, എനിക്കത് പറ്റിയില്ല. കാരണം എൻ്റെ മൈൻഡ് മുഴുവൻ ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എഡിറ്റും മ്യൂസിക്കും ഇങ്ങനെ ആ സീൻ വർക്ക് ചെയ്യേണ്ട കാര്യവും അത് ആക്ടിങ്ങിനേക്കാളൊക്കെ എത്രയോ വലിയ ജോലിയാണ്. ഇനിയും സ്വന്തം ഡയറക്ഷനിൽ അഭിനയിക്കാൻ ഒരു ഹെസിറ്റൻസി ഉണ്ടോ? ഇപ്പം പണ്ട് തന്നെ ട്രിലജി പോലെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ഹെസിറ്റൻസി ഉണ്ടോ സ്വന്തമായിട്ട് അഭിനയിക്കുമ്പോൾ? ചെയ്തേ പറ്റൂ. ചെയ്യും. ചെയ്യണം. എൻ്റെ വരായതിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല നമ്മൾ. പക്ഷേ ഞാൻ ചെയ്യണം. അത് എത്രത്തോളം നന്നാവും എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണീനേക്കാളും. പണി 2 വേറൊരു സെറ്റിങ്ങും കഥാപാത്രങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി ടെക്നീഷ്യൻസ് പിന്നെ ആക്ടേഴ്സ് ഞാനുണ്ട്. ഞാൻ തന്നെയാണ് അതിൽ. വേറെ പേരാണ്, പക്ഷേ പണി 2 ആണ് ടാഗ് ലൈൻ. അങ്ങനെ ഒരു 3 പടം അങ്ങനത്തെ ഒരു ജോണറിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നിട്ട് പിന്നെ വേറെ ടൈപ്പ് ഓഫ് സിനിമകളിലോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. അതിനു മുമ്പ് ഞാൻ ചിലപ്പം വലിയൊരു പടം പുറത്ത് ചെയ്യുമായിരിക്കും, മലയാളത്തിൽ അല്ലാതെ ഡയറക്റ്റ് ആയിരിക്കും. അതിൻ്റെ കുറച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതൊക്കെ പറയാം. വലിയ പടമാണത്. അത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പതിയെ ഇപ്പോഴത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ആ പടത്തിലോട്ട് നീങ്ങും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡയറക്ഷനിലോട്ട് നീങ്ങും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ജോജുവിൻ്റെ ഒരു അസാധ്യ പെർഫോമൻസ്, പിന്നെ നമ്മുടെ ഡയറക്ടർ എന്നുള്ള സിനിമ, അതൊന്ന് പറയാം. അതിൻ്റെ ഒരു കാരണം സെയിം ലുക്ക് വൈസ് എല്ലാം സെയിം, പക്ഷേ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒന്നുകൂടെ ഇട്ടത് കണ്ടത്. പറയാം അതിൻ്റെ ഒരു മേക്ക്, അല്ലെങ്കിൽ അതിനകത്ത് ആക്ടിങ്. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ പടം പോലെ അങ്ങോട്ട് അഭിനയിച്ച് തീർത്തു സിനിമ. പക്ഷെ അതിന് ഏത് പടം ചെയ്യുമ്പോഴും എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനുണ്ട്, എൻ്റേതായ ഒരു ഡിസൈനുണ്ട്. അതുപോലെ തന്നെയാണ് ആ പടവും ചെയ്തത്. പക്ഷെ ആ പടവും ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരാൾ പോലും മൈൻഡ് ചെയ്യാത്തൊരു പടമായിരുന്നു. തിയേറ്ററിൽ പൊട്ടിയ പടമായിരുന്നു. കുറേ റിവ്യൂവേഴ്സ് അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞു, നല്ലതല്ലാതെ തിയേറ്ററിൽ വർക്കൗട്ടായില്ല. ആക്ച്വലി നമ്മളുടെ ചിന്താഗതി തെറ്റാണെന്ന് വരെ ചിന്തിച്ചിരുന്ന സമയമാണ്. ഞാനത് വർക്കാവും എന്ന് വിശ്വസിച്ചിരുന്നൊരു പടമാണത്. ആ സിനിമ വർക്കാവും. പക്ഷേ ആ സിനിമ ഇറങ്ങി OTT ഹിറ്റായപ്പോഴാണ് ഈ ഡിസ്കഷൻ വന്നത്. OTT ഹിറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ഹിന്ദിയിൽ നിന്നും മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാം നാസർ സാർ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നു. ഫസ്റ്റ് വിളിക്കുന്നതൊക്കെ ആ പടങ്ങളിലാണ്. ഇങ്ങനൊരു പടം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ പലരും, മണിസാർ എന്നെ പൊന്നിയിൽ സെൽവൻ 2ൻ്റെ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്യുന്നു, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ. അത് ഈ സിനിമ കണ്ടിട്ടാണ്. ഞാൻ തഗ് ലൈഫിൽ വരാനുള്ള കാരണം ഇരട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇരട്ട വഴി നടന്നിട്ടുണ്ട്. അപ്പം അത് അന്ന് ഇതൊന്നും ഇല്ല, അങ്ങനെ എഫേർട്ട് ചെയ്തിട്ടില്ല, അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. പിന്നീട് ഹിറ്റായി കഴിഞ്ഞപ്പോൾ കമൽ സാറൊക്കെ പറഞ്ഞതൊക്കെ തന്നെയാണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം, തൃപ്തിയായി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ആര് പറഞ്ഞാലും പ്രശ്നമില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ആ സിനിമ ചെയ്തത് എഫേർട്ടുണ്ട് സിനിമ ചെയ്തതിൽ. കാരണം ഒരു ക്യാരക്ടർ അഭിനയിച്ച് അപ്പം തന്നെ അപ്പുറത്ത് പോയി അടുത്ത ക്യാരക്ടർ അഭിനയിക്കണം. ഇപ്പോൾ ഈ ക്യാരക്ടർ അഭിനയിച്ചത് മുഴുവൻ ഓർത്തിട്ട് വേണം അടുത്ത ക്യാരക്ടർ അഭിനയിക്കാൻ. കാരണം ഇയാൾ ഈ പറഞ്ഞതിനാണ് അയാൾ റിയാക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ അത് ഇതുണ്ട്. അതിന് എൻ്റെ ഏറ്റവും വലിയ റെഫറൻസ് കമൽ സാറിൻ്റെ പടങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത് അതാണ്. പിന്നെ പുറത്തുള്ള പടങ്ങളൊക്കെ ഓഫ് കോഴ്സ് നമ്മൾ കാണുമല്ലോ, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് നമ്മുടെ ഇവിടെ അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്, അതിലും എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ബെറ്ററാക്കി ചെയ്തിരുന്നെങ്കിൽ ആ പടം കുറച്ചും കൂടി വേറെ ലെവലിലേക്ക് മാറും എന്നുള്ളൊരു തോന്നലുണ്ട്. മരിച്ചു പോണ ആളല്ല, മറ്റാളുടെ ക്യാരക്ടർ അത് ആ ലൈനിലല്ലാണ്ട് വേറെ ലൈനിൽ പിടിക്കാമായിരുന്നു എന്നൊക്കെ അത് ചെയ്തപ്പോൾ ഒക്കെ തോന്നി. പിന്നെ നമ്മൾ വെറും 40 ദിവസം കൊണ്ട് ചെയ്ത പടം അത്, 35-40 ദിവസം കൊണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു എപ്പിസോഡാവുന്നൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. ഇതുപോലെ തന്നെ ദൈവമേ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, രക്ഷപ്പെട്ട് പോണേ എന്നുള്ളൊരു സംഭവം തന്നെയാണ്. ഞാൻ മാക്സിമം പിന്നെ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ആ പടത്തിനെതിരെയൊക്കെ ആരും കാണരുത്, ഭയങ്കര ഡാർക്കാണ്, കുടുംബം പോകരുതെന്ന് പറഞ്ഞൊരു ക്യാമ്പയിനിങ് വരെ നടന്നിട്ടുണ്ടായിരുന്നു ആ സിനിമയ്ക്കെതിരെ. പടത്തിൻ്റെ ക്ലൈമാക്സ് ആക്ച്വലി ഭയങ്കര ഹോണ്ടിങ് ആണ്. സോ ബ്രദറിൻ്റെ സൂയിസൈഡിൻ്റെ കാരണം റിവീൽ ആവുന്നൊരു ആ മൊമെൻറ്റ് രോഹിത് എങ്ങനെയാണ് ബ്രീഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വായിക്കുമ്പോഴോ അല്ലെ എനാക്ട് ചെയ്യുമ്പോഴോ? അല്ല, ആ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ആ സിനിമ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ ആ കഥ പറയുന്ന സമയം തുടങ്ങി ആ ഗ്രൂപ്പിൽ വന്നു ചേർന്നവരായിട്ട് ഒരു മൊത്തത്തിലൊരു ഡിസിഷൻ, നമ്മൾ ഡിസ്കഷൻസൊക്കെ പോയിട്ട് മാർട്ടിനും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കൂടി ഒരുമിച്ച് നിന്ന് ഡിസ്കസ് ചെയ്ത് അപ്പോൾ നമ്മൾ അതിലുണ്ട്. അന്ന് ആദ്യമല്ല ബ്രീഫ് ചെയ്യുന്നത്, കഥ കേൾക്കുന്ന സമയം തുടങ്ങിയിട്ടേ നമ്മുടെ ബ്രീഫിങ്ങുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് അങ്ങനെ അഭിനയിക്കാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ സ്ക്രിപ്റ്റിൽ നമ്മൾ കേട്ട് എനിക്ക് ബൈഹാർട്ടായിരിക്കും ഓൾമോസ്റ്റ്. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ഡയലോഗും എൻ്റെ കാര്യം മാത്രമല്ല, സിനിമയുടെ മൊത്തത്തിലുള്ളൊരു സാധനം നമുക്ക് അറിയാമായിരിക്കും. എന്നാലാണ് നമ്മളെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ കിട്ടുക. പക്ഷെ ഈ പറഞ്ഞില്ലേ ഈ ഡാർക്കാണല്ലോ ഈ ജോജുവിന്റെ സിനിമയൊക്കെ ഡാർക്ക്, അങ്ങനെ ഒരു അങ്ങനെ എൻ്റെ പേര് അങ്ങനെയാണ് പറയുക. എന്നെ കുറെ പേര് വിളിക്കാറ് ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ വിളിക്കാറ്. ഡിപ്രഷൻ സ്റ്റാർ അങ്ങനെയൊക്കെ എന്നെ അഡ്രസ് ചെയ്തിട്ടൊക്കെ പറയാറുണ്ട്, വേദിയിൽ ഇരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പണിയാണെങ്കിലും ജോസഫ് ആണെങ്കിലും ആണെങ്കിലും അപ്പൊ ഇത് ടൈപ്പ് കാസ്റ്റ് അടുത്ത ഒരു വേറെ ഇപ്പം മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് ഒരു കോമിക് ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരു ലൈനിലേക്ക് അല്ലെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചാലോ അങ്ങനെ ഒരു ചിന്ത അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പല രീതിയിൽ. നമ്മൾക്കിത് പ്രൊജക്ട്സ് കിട്ടുന്നതിനനുസരിച്ചിട്ടല്ലേ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ജോസഫ് പോലീസ്, നായാട്ട് പോലീസ്, ഇരട്ട 2 പോലീസ്. എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ 3 പടങ്ങളിലും ഞാൻ അവതരിപ്പിച്ചത് പോലീസാണ്. ഇത് 3 എണ്ണത്തിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മൊത്തം ഒരു 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ പോലീസ് പരിപാടികൾക്കാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ ആഗ്രഹം വരുന്നതിന് നല്ലപോലെ ചെയ്യാന്നുള്ളതാണ്. കോമഡി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് കുറേ കോമഡി ഹ്യൂമർ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനൊത്ത് ഇത് ഏറ്റവും ചെയ്യാൻ ചാൻസ് ഉള്ള സാധനമാണത്. അത് ആരാണ് അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് എന്ന് നോക്കാണ്ട് ഞാൻ പോകാറില്ല. അത് നല്ലൊരു ഡയറക്ടറുടെ കീഴിൽ നമുക്ക് നല്ല ഹ്യൂമർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ക്ലാഷാവും. അപ്പോൾ നല്ലൊരു ഇപ്പോൾ ആക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡയറക്ടർ എപ്പോഴും സ്ക്രിപ്റ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതോ ഇപ്പം ജിത്തുവിൻ്റെ ചെയ്യുന്നതോ അതോ ഡാർക്ക് തന്നെയാണോ അതോ? അത് ഒരു ത്രില്ലറാണ്. പുള്ളിയുടെ ജിത്തു ജോസഫ് സിനിമ എന്ന് പറയാവുന്ന തന്നെ സിനിമയാണ്. അത് നല്ല രസമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പല ഭാഷകളിൽ പോയി അഭിനയിക്കുന്നതിനകത്തൊക്കെ വളരെ ഇതൊരു പേഴ്സണൽ സക്സസ് ആണ്, ഞങ്ങൾക്ക് പേഴ്സണൽ വിന്നാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ കൂടെ വന്നതുകൊണ്ട്. അതേസമയം ഈ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ പുറത്തു പോയി അഭിനയിക്കുന്ന വേഷങ്ങളെല്ലാം കൂടുതലും ഗ്യാങ്സ്റ്റർ റോൾസ് ആണെന്നൊരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ജോജു അത്തരം സിനിമകളാണ് ചെയ്യുന്നത് എന്നൊരു വിമർശനം വരുമ്പോൾ അത് മലയാളത്തിൽ കുറെ കൂടെ ചൂസ് ചെയ്യണം ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന പോലെ ബിഗ് നെയിംസ് കാണുമ്പോൾ അട്രാക്ട് ആണോ? ഇപ്പൊ മണിരത്നം സാറിനോട് അഭിനയിക്കാനുള്ള തീർച്ചയായും മണി സാറിൻ്റെ പടത്തിലും കമൽ സാറിൻ്റെ പടത്തിലും ഞാൻ അവരെ കാണാൻ വേണ്ടി തന്നെ പോയതാണ്. എനിക്ക് അവരൊക്കെ കാണാനും ആഗ്രഹം കൊണ്ട് തന്നെ പോയിട്ടുള്ളതാണ്. പക്ഷേ സിനിമയിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സിനിമയുടെ ലെങ്ത് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ പോർഷൻസ് അഭിനയിക്കുന്ന സിനിമകളിൽ നിന്ന് കട്ടാവുന്നു ഭയങ്കരമായിട്ട്. അതെനിക്ക്
ഭയങ്കര പുതിയൊരു അനുഭവം. കാരണം അതെ, തമിഴിലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് നമ്മളുടെ ഭാഗങ്ങൾ വരുന്നില്ല. മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സെൻട്രൽ ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മളുടെ എല്ലാ ഡീറ്റെയിലിങ്ങും വരും. അപ്പം നമ്മളൊരു ചെയ്യുന്ന പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതൊരു ഇതായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്നെ അവർ ഭയങ്കര മാസമായിട്ടാണ് കാണുന്നത്. അവരെന്നെ കാണുന്നത് ജോസഫ് മുതലാണ്. മലയാളത്തിൽ അങ്ങനെയല്ല. പുറത്ത് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഞാൻ ജോസഫിൽ വന്നൊരു പുതുമുഖ നടനായിട്ടാണ് കാണുന്നത്. അതെൻ്റെ ഒരു ഭാഗ്യം. അതിന് മുമ്പ് 100 സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പഴയ ആളാണ് ആക്ച്വലി. പക്ഷെ അവരെന്നെ കാണുന്നത് പുതിയ ആളായത്. ഒരു പുതിയ നടൻ വന്നിട്ട് കേട്ടോ, ഇതാരാ മനുഷ്യർ പറഞ്ഞത് ഇരട്ടാണ്, ഇതാരാ ഇയാള്, 25 വർഷം മുമ്പ് ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ അത് അപ്പം എൻ്റെ ഭാഗ്യമാണ്. അപ്പോൾ അവർക്ക് അത്രയും സമയം തുടങ്ങിയിട്ടല്ലേ ഇത് വരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ എൻ്റെ സക്സസ് പലരും എന്നെ അറിയാത്തവർ വരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് മെസ്സേജായിട്ടൊക്കെ വരാറുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ ഒരു ആവറേജ് ബിലോ മിഡിൽ ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കും ഇതൊക്കെ കിട്ടും, നേടാം, നിങ്ങളുടെ എന്നുള്ളൊരു അങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യം. അവരുടെ ഇടയിൽ നിന്ന് വന്നതായിട്ട് എന്നെ കാണുന്നു എന്ന് പറയുന്നത് ഞാനൊരു സന്തോഷിക്കുന്നൊരു കാര്യമാണ്. അതിന് ഏത് സെറ്റപ്പിൽ നിന്നായാലും ആർക്കും എന്തും ആവാം, എന്തും ചെയ്യാം. അതിനിപ്പോൾ മിഡിൽ ക്ലാസ് എന്നില്ല, ലോ ക്ലാസ് എന്നൊന്നുമില്ല. പക്ഷെ നമ്മളതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അതിനെങ്ങനെ പഠിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ജോജു പേഴ്സണലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ആളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അഭിനയിക്കുന്നത്. അതെ, അതിൻ്റെ ചോദ്യം അത് തന്നെയാണ്. അത് എത്രമാത്രം ഒരു ക്യാരക്ടർ മനസ്സിലാക്കുന്നതിനും അതിനെ അവതരിപ്പിക്കുന്നതിനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അത് ഒരേ സമയം പ്ലസ്സുമാണ്, ഒരേ സമയം നമ്മൾ ഇപ്പോൾ ഈ ഉണ്ടാകുന്ന ചില വിഷയങ്ങളൊക്കെ ചിലപ്പോൾ മാസങ്ങളോളം ഹോണ്ട് ചെയ്യും. വെറുതെ ഒരുത്തവൻ പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കി മീഡിയയിൽ കയറി നമ്മൾ അലക്കിയിട്ട് മീഡിയ മറന്നു പോകും. പക്ഷെ ഞാൻ മറക്കുന്നത് ഒരു കൊണ്ട് നടക്കും. ഇങ്ങനെ നമുക്കൊരു ന്യായമില്ലല്ലോ, നമുക്ക് പറയാനായിട്ടൊരു വേദിയില്ല. ഭയങ്കര വേറൊരു ഡിസൈനിലുള്ളൊരു ലോകം. അപ്പം അത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആംഗിളിൽ അത് ശരിയല്ല, എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവരുടെ ഈ ആംഗിളിൽ നോക്കുമ്പോൾ അതൊക്കെ കറക്റ്റാണ് അവർക്ക്. ഞാൻ 100 കൊടുത്ത് വാങ്ങുന്നൊരു സിനിമയെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന സാധനത്തിൽ എന്ത് കറക്റ്റല്ലേ അവർ പറയുന്നത്. പക്ഷെ നമ്മളിത് നമ്മുടെ കാര്യം അവിടെ കൊണ്ട് പറയും. അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതിലൊരു ഇതുള്ളൂ. മീഡിയ ആയാലും ജനങ്ങളായാലും ഇതെല്ലാം ജീവിതത്തിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യമൊന്നുമല്ലല്ലോ. കണ്ടാസ്വദി നമുക്ക് അതിനേക്കാൾ എന്തത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കിടക്കുന്നു. അപ്പോൾ നമുക്ക് സിനിമ എന്നൊക്കെ പറയുന്നത് അത്ര അത്യാവശ്യമായിട്ടുള്ളതല്ല. ഒരു നമ്മുടെ കേരളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം 100-150 കൊടുത്തിട്ട് 2.5 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വേറൊരു ലോകം അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടാക്കുന്നത്. അതിനൊരു സ്പേസ് വേറെ രീതിയിലാണ് കിടക്കുന്നത് ഇപ്പോൾ മൊത്തത്തിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് സർവൈവലിന് വേണ്ടിയിട്ടാണ്. സക്സസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സക്സസും കൂടി ഇല്ലെങ്കിൽ വാഷ് ഔട്ടാണ്. പക്ഷെ ഇതില് ഇക്വാലിറ്റി എവിടെയാണ്? ജോജോ ഒരു സ്റ്റാറാണ്. ഈ കമന്റ് പറയുന്ന സാധാരണ യൂട്യൂബിൽ കുറെ 100,000 പേര് അതുപോലത്തെ ആൾക്കാരുണ്ട്. ഡസ് ഇറ്റ് റിയലി മാറ്റർ? ഐ മീൻ ഒരു സ്റ്റാർ, ഒരു ആക്ടർ, ജോജോ പോലത്തെ കഴിവുള്ള ഒരു ആക്ടർ, ഒരു ഡയറക്ടർ ഇത്ര വൾനറബിൾ ആണ്? എൻ്റെ കാര്യം വെച്ച് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ഇത് ഡിപ്പെൻസ് ഓൺ ഓരോ വ്യക്തികൾ. എൻ്റെ കാര്യം വെച്ച് പറയുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഫാൻ ബോയ് സെറ്റപ്പിൽ നിന്നും ഈ പറഞ്ഞൊരു കോമൺ ഓഡിയൻസ് സെറ്റപ്പിൽ നിന്നും വർഷങ്ങളോളം നടന്നിട്ട് വന്ന എനിക്കിത് പറയാം. എൻ്റെ ആംഗിൾ അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ എന്നെ കുറിച്ചിട്ട് ഞാൻ നിൽക്കുന്ന ഒരു നടൻ എന്നുള്ള പൊസിഷനോ കാര്യങ്ങളോ ഞാനത് എൻ്റെ ടാലൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളൊരു സാധനമാണത്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങോട്ട് നോക്കിയിട്ടില്ല. കാരണം അത് ഒരു ഘട്ടത്തിൽ ഇതൊക്കെ നഷ്ടമാവുന്ന സമയത്ത് നോക്കി സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ബോധേഡല്ല. ഞാനിപ്പോൾ ചെയ്യുന്നു പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. പക്ഷെ അപ്പോൾ നമുക്കൊരു സാഹചര്യം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലേ? ഉണ്ടോ? പറഞ്ഞ പോയിന്റ് മനസ്സിലായി? ആ അർത്ഥത്തില്ല. കാരണം ഇതിപ്പോൾ ഒരു നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല അങ്ങോട്ട് ആ ഒരു ലൈഫ് സ്റ്റൈല്. കാരണം ഇപ്പോൾ എൻ്റെ എല്ലാ ഫ്രീഡത്തിലും ഞാൻ ജീവിക്കുന്നത്.
എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ലെവലിൽ എനിക്ക് ഇന്ന ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, ഇഷ്ടമുള്ള ഹോട്ടലിൽ കയറാം, എൻ്റെ ഭാര്യയും പിള്ളേരായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായിട്ടോ എനിക്ക് എന്തും ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ പൊസിഷനിൽ ഈ സെറ്റപ്പ് ആ സെറ്റപ്പിലോട്ട് പോയിട്ടില്ല. എനിക്ക് ചിലതൊക്കെ കണ്ട് ബോറടിച്ചത് ആ സെറ്റപ്പ്. കുറേ കാലം അതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ വേദി സ്റ്റേജിൽ കയറിയ ആദരണീയരായ സഹൃദയരായ കലാസ്നേഹികളെ എന്ന് പറയുന്ന ആ ഫോമാറ്റ് എന്നിൽ നിന്ന് പോയി. ശരിക്കും അത് ഇപ്പോഴും വർക്കൗട്ടാവും. ഇപ്പം ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ അങ്ങനെ പറയില്ല, എല്ലാവർക്കും നമസ്കാരം, എനിക്ക് അതാ കംഫർട്ടബിൾ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണോണ്ട് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയണത് കേട്ടോ. പക്ഷേ എൻ്റെ കംഫർട്ട് എനിക്ക് ഇതാണ്, ആ ഈസിനെസ്. എന്നാലും എനിക്ക് എൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ കട്ടാവും. എൻ്റെ ആർട്ടിന് അത് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എൻ്റെ റിയാലിറ്റിയാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ കാണുന്ന എൻ്റെ ഒരു റിയാലിറ്റിയാണ് എൻ്റെ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്ഥലത്തോട്ട് പോയിട്ട് അടച്ചുകൂട്ടിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് പ്രശ്നം പോലില്ല. പക്ഷെ അത് കട്ട് ഓഫ് ആകുമ്പോൾ എനിക്ക് നഷ്ടമാവുന്നത് എൻ്റെ ഡാറ്റാബേസാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നും. മറ്റേ ലൈഫിലാണെങ്കിൽ എന്ത് വേണമെങ്കിലും ആരോടും പറഞ്ഞോട്ടെ, എന്താ പ്രശ്നം, അവർ ചിലക്കിട്ട് അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഈ അവസ്ഥയിലായതല്ലേ. പക്ഷേ നമ്മൾ ഈ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്, ആളുകളായിട്ടും ഇൻട്രാക്ട് ചെയ്തും നമ്മുടെ കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഈ ആർട്ടിൽ ലൈഫാണല്ലോ. അപ്പോൾ എനിക്ക് ഈ ജനങ്ങളായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ പൊതുസമൂഹമായിട്ടും ഭയങ്കര ഡിറ്റാച്ചഡ് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിച്ചുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് എൻ്റെ ഒരു പഠന കാര്യമാണത്. ചിലർക്കൊക്കെ അതൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അത് ഭയങ്കര കഴിവുള്ളവർ. നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, പഠനം പഠിച്ച് പോവാന്ന് പറയുന്നൊരു സാധനം. അതായത് ഒബ്സർവേഷനാണ് ആക്ടിങ്ങിൻ്റെ ഒരു ആ സ്കൂളിലാണ് വിശ്വസിക്കുന്നത്. ഒബ്സർവേഷനും ഉണ്ട്. നമ്മളിപ്പം നിങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പല ഇൻസിഡൻസും പല കാര്യങ്ങളും പല ഇമോഷൻ കലർന്ന ഇൻസിഡൻസ് ആയിരിക്കും പറയാം. അത് ഞാൻ മിസ്സാക്കേണ്ട കാര്യമില്ലല്ലോ. നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വയനാട് കുറേ സുഹൃത്തുക്കളുണ്ട്. ഞാൻ സമയം കിട്ടുമ്പോൾ അവിടെ പോകും. ഇടുക്കിയിലുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ അതൊക്കെ എൻ്റെ ഒരു ഡാറ്റാ ബാങ്കാണ്. കാരണം ഞാൻ അവിടെയൊക്കെ ഭയങ്കര രസമുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തൃശ്ശൂർ എനിക്ക് അങ്ങനെ കുറേ പേരെ കാണാൻ പറ്റുകൊണ്ടാണ് പണി എന്നുള്ളൊരു സിനിമ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമോ. എന്നെ സംബന്ധിച്ച് മാത്രം പറയണതാട്ടോ ഞാൻ. ഇതാണ് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ലൈഫിലൂടെ പോകുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് മനസ്സിലാവുന്നതും കിട്ടുന്നതും. പണി എന്ന സിനിമയിൽ കൂടുതൽ പറയപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആ വില്ലൻ്റെ ക്യാരക്ടർ. അങ്ങനെ ഒരാളെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടോ? റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ആ ഷെയ്ഡുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ നടന്നൊരു സംഭവമാണ്. ആരോ കയറിയിട്ട് ഒരുത്തിനെ കയറി അങ്ങനെ വെട്ടി. 19 വയസ്സായിട്ടുള്ള പയ്യനെ കണ്ടാൽ വെട്ടിയത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഫേമസ് ആവാൻ വേണ്ടി തന്നെ ചെയ്തത്, റിമാൻഡ് ചെയ്തോളം പറഞ്ഞു. അതെന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലത്. അത്ര ധാരണയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ മീൻസ് ഇപ്പം എൻ്റെ പടത്തിൽ അവരങ്ങനെ സംസാരിക്കുന്നത്. ഇതൊന്നൊരു വിഷയമേ അല്ല, അവർ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് കിട്ടിയത് ഞാൻ കണ്ട റിയാലിറ്റികളിൽ നിന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ റിയാലിറ്റിയാണ് എൻ്റെ സിനിമ. പിന്നെ നമ്മൾ കച്ചവടം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുക, കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ സിനിമയിലെ വയലൻസിനെ കുറിച്ചിട്ട് ഒരുപാട് ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം സിനിമയിൽ ഇൻക്രീസിങ് വയലൻസ് വളരെ കൂടി വരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ ജനറലി ഉണ്ട്. അത് ബോറടിച്ചിട്ട് പറയണതന്നെ, അത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരത് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇതുണ്ട്. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലുതല്ലേ ഇവിടെ സൊസൈറ്റിയിൽ നടക്കുന്നത്. ഞാൻ ഈ സിനിമ ചിന്തിക്കാനായിട്ടുള്ള കാരണങ്ങൾ പുറത്ത് നടക്കുന്ന ഡാറ്റ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 6 വയസ്സുകാർ കൊച്ചിനെ ഒരുത്തൻ ചവിട്ടി കൊന്നു. ആ കൊച്ച് കയറി വന്നു വെള്ളത്തിൽ. 6 വയസ്സായ കുട്ടി, അവൻ പറയാൻ തന്നെ നരേറ്റ് ചെയ്ത് അങ്ങനെയാണെന്ന് പറയുന്നത്. എന്നിട്ട് അവൻ കയറി വന്ന് വീണ്ടും ചവിട്ടി താത്തിന്ന്. ഞാൻ ആ കൊച്ചിൻ്റെ അച്ഛനമ്മയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് സിനിമയിൽ നിന്ന് കിട്ടിയത് അവനത്, അതിന് സിനിമയിൽ ഉപയോഗിക്കും. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നത്.
പോലീസ് നല്ല ഇടിയിടിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. സത്യമായിട്ടും പോലീസിനോടുള്ള ബഹുമാനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതിൻ്റെ ഇരട്ടിയാവണം. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു ഒരു പോലീസ് ജീപ്പ് വരുമ്പോഴും പോലീസ് വരുമ്പോഴൊക്കെ. ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നവനും ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് പോയിട്ട് എവിടെ സ്കൂളിൽ കൊടുക്കുന്നത് മറ്റേ പയറും കഞ്ഞിയോ, ജയിലിൽ കൊടുക്കുന്നത് ചിക്കനും ചപ്പാത്തിയോ. ഇതൊക്കെ ഞാൻ ഇതില്ല, ഇത് ഭയങ്കര വിഷയത്തിലോട്ടല്ലേ പോണത്. നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു പെമ്മക്കളോ അമ്മക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ നിയമം ഇതിൻ്റെ ഇരട്ടി സ്ട്രോങ് ആവണം, തട്ടിക്കളയണം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ. ഞാൻ ആ റിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിപ്പോൾ എന്ത് തെറ്റായാലും മോശമായാലും. അതുകൊണ്ടാണ് എൻ്റെ പടത്തിൽ ഞാനിങ്ങനെ ചെയ്തൊരു പൊട്ടിച്ചാട്ടി കളഞ്ഞത്. പക്ഷേ ഇതെന്ത് ആരോടും അവരുടെ ഇമോഷന് വാല്യൂ ഇല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പോലീസിലുള്ള പേടിയൊക്കെ കുറഞ്ഞ ആൾക്കാർക്ക് ഫോഴ്സിൽ. കാരണം ചില പോലീസുകാർക്ക് തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ കോടതി ചെല്ലുമ്പോൾ പ്രശ്നവും. അപ്പോൾ എൻ്റെ പൊന്ന് എങ്ങനെ എൻ്റെ ജോലി പോകും എന്നവർ ചിന്തിക്കും. അവർക്ക് അപ്പോൾ അതുപോലെ സിസ്റ്റം ഇനിയും ഓരോ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിക്കണമെന്ന് ഞാൻ പറയാം. ഓരോ പഞ്ചായത്തിലും ഓരോ പോലീസ് സ്റ്റേഷൻ കൊടുത്ത് ഫോഴ്സിൽ. അല്ലാതെ ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി? ക്രൈം റേറ്റ് ചെറുപ്പക്കാർ മുഴുവൻ ആ ഒരു വേറെ ലൈനിലോട്ട് പോയി ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെടാതിരുന്നാൽ. ജോജു ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസറാണ്. പക്ഷെ പണിയിൽ ജോജു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ എഫേർട്ടും എടുത്തു. അതായത് അത് സിനിമ പൊട്ടിയിരുന്നെങ്കിൽ ഞാൻ തീർന്നേനെ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഉള്ള ഒരു ലെസൺ, അതായത് ഇനി അടുത്ത എടുക്കുമ്പോൾ പണി 2 ഇറക്കുമ്പം മുഴുവൻ ഇത് സാധനം ഇറക്കില്ല എന്നുള്ള ഒരു ഇതാണോ അതിൽ നിന്ന് കിട്ടിയ ഒരു ആദ്യം? ഞാൻ വേറെ ആളുടെ പ്രൊഫഷനിലേ ജോലി ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ട് എനിക്ക് അത്രമാത്രം പണി പോലെ അത്രമാത്രം ഉറപ്പ്, അത് എന്നിലൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാൻ പോവുള്ളൂ. അത് അല്ലെങ്കിൽ ആ ലാസ്റ്റ് സെക്കൻഡിൽ വരെ ഞാനത് വിട്ടുകളയും. ഒരു 0% ഡൗട്ട് വെച്ചിട്ട് ഞാനൊരു പടം ചെയ്യാൻ പോകില്ല. ഫുൾ റിസോഴ്സ് ഇട്ടിട്ടുള്ളൊരു കളിയില്ലേ? മീൻസ് അറിയില്ല, എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ജോസഫ് ചെയ്തപ്പോൾ അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഇനി ഇങ്ങനെ റിസ്ക് എടുക്കില്ലെന്ന് പറഞ്ഞു. പിറ്റേ വർഷം പുറഞ്ചൂല് ഞാൻ ആ റിസ്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെയല്ല, ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ സക്സസ്സും ഉണ്ട്. ബാലൻസ് ആക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഒരു സേഫ് സോണിൽ ഇരുന്നിട്ട് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യലി. സേഫ് സോൺ എന്ന് പറയുന്ന സാധനം നമ്മൾ റിസ്ക് എടുക്കാതിരിക്കണം ലൈഫിൽ. അതാണ് അതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. ആർട്ടിസ്റ്റിക്കലി റിസ്ക് എടുക്കാം, ഐ മീൻ ഫിനാൻഷ്യലി അറ്റ്ലീസ്റ്റ് കുറച്ച്. അല്ല, അതെൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്കൊരു ഐഡിയ തോന്നി, ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാളത് റിജക്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ വേറെ ആളുടെ അടുത്ത് പോവില്ല. അപ്പം ഞാൻ ചിന്തിക്കും, ഈ ഐഡിയ ഞാൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യണതല്ലേ നല്ലത്. അങ്ങനെ പ്രൊഡ്യൂസറായ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഡയറക്ടറുടെ ഒരു പടം ഒരിക്കലും പുറത്തൊരാളോട് പറഞ്ഞു ചിലപ്പോൾ അവരത് ചെയ്തോളണമെന്നില്ല. ഞാൻ ചെയ്ത ഏത് പടവും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഒരു ആ സമയത്തൊരു ഡിസിഷനായിട്ട് എടുത്ത് പോകുന്നതാണ്. പണ്ട് കെയർ ഓഫ് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടാണ് ജോജുവിൻ്റെ പേരിൻ്റെ ഇങ്ങനെ ഇതിൽ എഴുതി കാണിക്കാറെന്ന് പറഞ്ഞു കേട്ടിട്ട്. എങ്ങനെയാണ് മമ്മൂട്ടിയായിട്ടുള്ളൊരു ബന്ധം? എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എവിടെയാണ്? ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ദാദാ സാഹിബ് എന്നുള്ള സിനിമ തുടങ്ങിയിട്ട് മമ്മൂക്കയെ നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെ വെച്ചിട്ട് മമ്മൂക്കയ്ക്ക് മമ്മൂക്ക എല്ലാവരും ശ്രദ്ധിക്കും, ഭയങ്കര ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക. അപ്പോൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് മമ്മൂക്ക. എനിക്കാകെ മമ്മൂക്കയുള്ള പരിചയം ഒരു ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ്. മമ്മൂക്ക ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി പോയി നിൽക്കുകയും ചെയ്യും. ഗുഡ് മോർണിംഗ് പറയാനായിട്ടൊരു ഈ വഴി കൂടെ വരും, ഇവിടെ വെച്ച് പറയാം ഗുഡ് മോർണിംഗ് എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇനി ആ കാറിൽ കയറുമ്പോൾ അവിടെ പോയി പറയാം. പക്ഷേ ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ അതാണ്. അപ്പം അങ്ങനെ തുടങ്ങി എവിടെയൊക്കെയോ എന്നെ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് എന്നെ ഒരുപാട് സ്ഥലത്ത് പുള്ളി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അപ്പോഴും ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ബന്ധമുള്ളൂ. അതിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളി നമ്മളെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് രാജാതിരാജ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ എനിക്ക് സീൻ അഭിനയിക്കാൻ പറ്റാണ്ട് നിൽക്കുക. അപ്പം അന്ന് എന്നെ പറഞ്ഞു വിടണം. അപ്പോൾ ആ സമയത്ത് പുള്ളി വന്നിട്ടാണ് എൻ്റെ അടുത്ത് മാറ്റി ഇരുത്തിയിട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് ആ സീൻ റെഡിയായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ വലിയ സപ്പോർട്ടീവ് ആയിട്ടുള്ള സിസ്റ്റമാണ് പുള്ളി തന്നിട്ടുള്ളത്. അത് തന്നെ ആ പരിഗണന കിട്ടുക എന്ന് തന്നെ പറയണത് ഭയങ്കര വലിയ ഇതാണ്.
ഒരു വലിയ ലാലേട്ടൻ ഫാനുമാണെന്നും കേട്ടിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ലാലേട്ടൻ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളികളിൽ ആരാണ് ലാലേട്ടൻ ഫാൻ അല്ലാത്തത്? കാരണം നമ്മളുടെ കൾച്ചർ, സിനിമ കൾച്ചർ അതിഗംഭീരമായതുകൊണ്ടാണ്. ഒരു പക്ഷേ ഞാൻ അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റാണ്. മമ്മൂക്ക, ലാലേട്ടൻ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലെ പത്മരാജൻ സാറ് ചെയ്ത സിനിമകൾ, ഭരതൻ സാറ് ചെയ്ത കെ ജോർജ് സാറിൻ്റെ സിനിമകൾ, ഇതെല്ലാം കണ്ടു വളർന്ന ഒരാൾക്ക് അതിനെ ഭയങ്കര ആർട്ടിൻ്റെ ഒരു നല്ല സിനിമകളാണ് നമ്മൾ കണ്ടത്. നമ്മുടെ കൾച്ചർ, നമ്മുടെ പാരമ്പര്യം, അങ്ങനെ പറയാം. സിനിമ പാരമ്പര്യം എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സിനിമകൾ കണ്ടാണ് ഞാൻ വളർന്നത്, നല്ല നല്ല ആക്ടേഴ്സിനെ കണ്ടാണ് വളർന്നത്. അപ്പോൾ എൻ്റെ ബേസിക് ചിന്താഗതി തന്നെ തുടക്കം തന്നെ നല്ല അഭിനയം കണ്ടതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടിയത് അങ്ങനെയാണ്. അവിടെ നിന്നാണ് ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ഭയങ്കര അവരോട് അവരില്ലാതെ എൻ്റെ ലൈഫില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്ര അത് ഫാൻ ബോയ് മൊമെൻറ്റിലാണ് തുടങ്ങിയെങ്കിലും പിന്നെ അത് നേരെ നമ്മൾ ഇവരുടെ കഴിവുകൾ, ഇവർ ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള പഠനമായി. അത് മെറ്റീരിയൽ വേണമല്ലോ നമുക്ക് പഠിക്കാൻ. അപ്പോൾ അത് ഇഷ്ടം പോലെ ഡാറ്റ ഇവിടെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വരുന്ന പെൺകുട്ടികൾ, അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികൾ, നമ്മുടെ ജോസ് സാറിൻ്റെ പടങ്ങൾ, പത്മരാജൻ സാറിൻ്റെ പടങ്ങൾ, മണിരത്നം സാറിൻ്റെ പടങ്ങൾ, ഭാരതിരാജയുടെ പടങ്ങൾ, ഇത്തരം പഴയ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രം കണ്ടാൽ മതി. അവർക്ക് അതിൽ കൂടുതൽ ഒരു ആക്ടിങ് ക്ലാസ് വേറെ ഉണ്ടാവില്ല. എന്നാലോചിച്ച് നോക്കിയാൽ ഇത്രയും ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, അത് ആണുങ്ങളുടെ പിന്നെ പറയേണ്ട കാര്യമില്ല, ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത് ആ ഡാറ്റ കിട്ടണ്ടേ നമുക്ക്, നമ്മുടെ ഭാഷയിൽ അവൈലബിളാണ്. അതേപോലെ ഒരു ഏത് നടൻ്റെ ആഗ്രഹമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകളിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചുരുളി എന്നുള്ളത് ഈ തെറി പറയണ വേഷൻ അവാർഡിന് അയക്കുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തെറി പറഞ്ഞ് അഭിനയിച്ചതാണ് ഞാൻ. പക്ഷേ അവരത് റിലീസ് ചെയ്തു. അപ്പം ഞാനാണ് ഇപ്പോൾ അത് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ചുരുളിയിൽ തെറി ഇല്ലാത്തൊരു വേർഷൻ ഉണ്ട്. സ്ഥിരം തെറി പറയുന്ന ഒരാളാണ്, എല്ലാ സംഭാഷണം തെറി കൂട്ടി പറയുന്ന ഒരാളെന്നാണ് ഫീലായി കിട്ടുന്നത്. അല്ല, തൃശ്ശൂര് നമ്മുടെ ഏരിയയിൽ വെറുതെ സ്നേഹത്തിൽ ചോദിക്കണത് തെറി പറയണത് തുടങ്ങാം. പക്ഷെ അതിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, വേറൊരു വേർഷൻ ഉണ്ട്. ഇതിന് തെറി ഇല്ലാത്തൊരു വേർഷൻ ഉണ്ട്. അപ്പം അത് തിയേറ്ററിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ വേർഷൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, അതിൻ്റെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. അത് അങ്ങനെ വരുമ്പോൾ പറയേണ്ടതിൻ്റെ. പിന്നെ എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ അഭിനയിച്ചാണ്. അപ്പോൾ അതിൻ്റെ ആ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഞാൻ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ കേസ് വന്നത് എനിക്ക് ഒരാളും വിളിച്ചു ചോദിച്ചില്ല, ഒരു മര്യാദയുടെ പേര് പോലും. പക്ഷെ അത് ഞാൻ ജീവിക്കുന്ന എൻ്റെ നാട്ടിൽ ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഫുൾ തെറി പറയുന്ന നാടാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. അതങ്ങനെ ഒരിത് നടക്കും. പക്ഷെ ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ. പക്ഷെ ആ ഡാറ്റ ഇങ്ങനെ ഫെസ്റ്റിവലിന് മാത്രം പോകുന്നെന്ന് പറയുമ്പോൾ അന്നത്തെ ചിന്തയിൽ ആ ഫെസ്റ്റിവലിൽ പോയി അതവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഇത് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പോസ്റ്റുകൾ കാണാറുണ്ട്. പഴയ സിനിമകളിലൊക്കെ ജോജുവിൻ്റെ മുഖം അവിടെ എവിടെയൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് വേഷങ്ങൾ, ഇപ്പോൾ ദാദാ സാഹിബിൽ ബാക്കിൽ ബോഡി ഗാർഡായിട്ടും അങ്ങനെ പല സിനിമകളിലും വാസ്തവത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ വേഷം ചെയ്യുന്നതിന് ഇതായിട്ട് പൃഥ്വിരാജിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെയുള്ള ഇത് കാണുമ്പോൾ ജോജുവിൻ്റെ ഒരു ഫീലിംഗ്, സാധാരണ അത് ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ലൈക്ക് ഇതുപോലെ ഭയങ്കര ഇൻസ്പയറിംഗ് ഫിഗർ ആയിട്ടാണ് കാണുന്നത്. ജോജു ആ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഞാൻ അച്ചീവ് ചെയ്തു എന്ന് തോന്നാറുണ്ടോ? സെൻസ് ഓഫ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാറുണ്ടോ? അച്ചീവ് ചെയ്തൊന്നും അങ്ങനെ ഇല്ല. ഞാൻ വെച്ചാൽ എൻ്റെ പഠനത്തിൻ്റെ റൂട്ട് കറക്റ്റാണെന്ന് തോന്നാറുണ്ട്. കാരണം ഞാൻ അന്നൊക്കെ അഭിനയിച്ചിരുന്നപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ക്യാരക്ടറായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ബാലൻസ് കിട്ടണത് അത് ഭയങ്കര പാടായിരുന്നു. ആ സമയത്തൊന്നും അതില്ല. ഇപ്പോൾ ഈ വാസ്തവം പഴയ പടങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ അത് വെരി സ്ലോലി നമ്മൾ സൈക്കിൾ ഔട്ട് പഠിക്കുന്ന പോലെ പതിയെ 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 പതിയെ. ഇപ്പോൾ ആക്സിഡൻ്റലി എങ്കിലും അതൊക്കെ കാണുമ്പോൾ ഓക്കോർഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്? പിന്നെ സ്വന്തം പെർഫോമൻസ് ഇപ്പോൾ എൻജോയ് ചെയ്യാറുണ്ടോ? ഞാൻ എൻ്റെ പടം ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണാറില്ല. വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ കാണാൻ പോകാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ
എനിക്കെന്തോ ഒരു ചെറുപ്പടിക്കുക. അത് പണ്ടേ മുതൽ അങ്ങനെ കിട്ടിയോണ്ട് ഇപ്പോഴും അടിക്കണമെന്നാണെന്ന് അറിയില്ല. പണ്ട് നമ്മൾ എൻ്റെ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ട് ഞാൻ കാണുമ്പോൾ ശോകം എന്ന് ആദ്യം തന്നെ ഞാൻ തന്നെ പറയാറുണ്ട്. കാരണം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഒരു റിയൽ ഫോമും ഡെലിവർ ചെയ്യുന്നത് വേറൊരു ഫോമുമാണ്. നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മുടെ കപ്പാസിറ്റി കുറവാണ്, ചിന്തിക്കുന്നതും കിട്ടുന്നില്ല. അപ്പോൾ ആ റിതം ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ കണ്ടിട്ടാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. ചില മൊമെൻറ്റ്സ് മാത്രമാണ് അതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ത്രൂ ഔട്ട് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു, ഇനിയും ഒരുപാട് അതിനെ ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ആർട്ടിനെ നമ്മൾ അതെങ്ങനെയാണെന്ന് എനിക്കൊരു ആർട്ട് എന്താണ് നന്നാവുക എങ്ങനെ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ അല്ലേ. ഒരു പെയിൻറ്റിങ് ആയാലും അഭിനയം ആയാലും അത് ഭംഗിയുള്ള ആർട്ടാണെന്ന് പറയുന്നത് നമ്മളതിനെ ഡീറ്റെയിൽ ചെയ്യുമ്പോഴാണ് അതിനെ. അപ്പോൾ എൻ്റെ ആക്ടിങ് കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആൻഡ് സിമ്പിൾ. അപ്പോൾ ആ പ്രോസസ്സിലോട്ട് നമ്മൾ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത വേഷങ്ങളിൽ ജോജുവിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ വേഷം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, ഇനി വെറുതെ പറയണതല്ല, എനിക്ക് എൻ്റെ എല്ലാ വേഷങ്ങളിലും ഇങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ പോയതുകൊണ്ട് എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ലെക്കിന് കോളടിച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല എനിക്ക്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത്, അന്നത്തെ അറിവ് വെച്ചിട്ട്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കത് തോന്നും കുറച്ചുകൂടി ബെറ്റർ ആക്കണം. ഇത് ഇപ്പം ജോസഫ് എനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി, നാഷണൽ അവാർഡും കിട്ടിയത്. പക്ഷേ ആ പടം ഇനിയൊരു അവസരം കൂടി എനിക്ക് അങ്ങനത്തെ ഒരു പടം അഭിനയിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കില്ല ചെയ്യുക. കുറച്ചും കൂടി ഇന്നത്തെ കാലത്തേക്ക് കൺവിൻസ് ആക്കണമെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതൊരു അന്നത്തെ നമ്മുടെ അറിവിനനുസരിച്ച്, നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച്, അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. ജോജു കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഒരു ഇപ്പോൾ ലീഡ് ആക്ടറായിട്ടൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷവും ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഡയറക്ടേഴ്സിന് സജഷൻ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ചിലപ്പോൾ നന്നാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മമ്മൂട്ടിയൊക്കെ പറയുന്ന പോലെയൊക്കെ അതായത് പുള്ളി തന്നെ എന്തെങ്കിലും കയ്യിലിരുന്ന പോലെ അങ്ങനെയൊക്കെ. ഇപ്പോൾ കംപ്ലീറ്റ് ഡയറക്ടേഴ്സ് ആക്ടറാണ്. സ്വന്തമായിട്ടുള്ള സജഷൻസ് ഡയറക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരിക്കലില്ല. ഓരോ സിനിമയും ഓരോ ഡയറക്ടറുടെ കാഴ്ചപ്പാടാണ്. അതിപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അതിൽ മോശമായിരിക്കും, ചിലപ്പോൾ അതിൽ നല്ലതായിരിക്കും. എങ്ങനെ ആയാലും ക്ലാഷാണ്. പിന്നെ എന്നെ പറ്റിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല. പറ്റിക്കാതിരിക്കാനുള്ള അറിവ് നമുക്കുണ്ട്. അതല്ലാതെ തീർച്ചയായിട്ടും അത് ആ ഡയറക്ടറുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചെയ്തു പോകണം. പറ്റിക്കാൻ നോക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അതല്ലാതെ അവരുടെ ഞാനിപ്പം ഓരോ ഡയറക്ടേഴ്സിനോട് ആരംഭിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ടാവും, ചില സ്ഥലത്ത് നമുക്ക് തോന്നുന്നുണ്ടാവും അത് വേറെ രീതിയിലായിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മൾ ചിന്ത പോകുന്നുണ്ടാവും. പക്ഷേ അത് അവരുടെ ഒരു ലോകത്തിലൊരു ഫ്ലോ പോയിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ പറയുന്നത് പണി അറിയുന്ന ഡയറക്ടേഴ്സിൻ്റെ കാര്യമാണ്. പണി അറിയാത്തവർക്ക് പറയുന്നതും ഡയറക്ടറിന് തന്നെയാണ്. അവരാ ഫ്ലോ അല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇങ്ങനെ ചീറ്റിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ പറയും ചീറ്റിക്കാതെ ഒഴിച്ചു വിടുന്നതാണ് നല്ലത്. അങ്ങനെ ചിലപ്പോൾ ഞാൻ അഭിപ്രായം പറയുമായിരിക്കും. അത്രേ ഉള്ളൂ. ഒരു ഡയറക്ടർ ആയതിനു ശേഷം അഭിനേതാവ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു? അല്ല, ഞാൻ ഡയറക്ടറായത് ആ പടം ഡയറക്റ്റ് ചെയ്തുകൊണ്ടല്ല. അതിനു മുമ്പേ ഞാൻ ഡയറക്ടറാണല്ലോ. അത് ചിന്തിക്കാൻ പറ്റിയോണ്ടാണല്ലോ അന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇതില്ല. ആ പടം ചെയ്തുകൊണ്ട് അങ്ങനൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ജോസഫിന് മുമ്പേ ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി റെഡിയായ ആളാണ്. അപ്പോൾ അന്ന് ജോസഫ് സംഭവിച്ചപ്പോൾ ഓക്കെ, നമ്മുടെ ആഗ്രഹം നടന്നു, അഭിനയിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു. അപ്പോൾ ഉണ്ടായിരുന്ന ആ ആഗ്രഹം നമ്മളിപ്പോൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ മൈൻഡ് അന്നേ ഉണ്ട് എന്നർത്ഥം. അതുപോലെ ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം വലിയ വലിയ വിജയങ്ങൾ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ വിജയങ്ങൾ ജോജു എന്ന വ്യക്തിയെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിജയം കിട്ടുമ്പോഴേക്കും അടുത്ത ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ആ വിജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്കാണ് പോകും. എൻ്റെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ സർവൈവലായിട്ട് കാണും. ഒരു വിജയങ്ങൾ പോലും എനിക്ക് അങ്ങനെ ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യാനോ ഇതുവരെ പറ്റിയിട്ടില്ല, മൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അവിശ്വസനീയം, സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ. കാരണം ഇതെല്ലാം വിജയങ്ങളാണെന്ന് ഇതൊരു ഇങ്ങനെ ഒരു പോക്കല്ലേ. നമ്മൾ ഇപ്പോൾ 18-ാം പടിയിലേക്ക് എത്തുമ്പോൾ 10-ാം പടി എത്തിയിട്ട് 10-ാം പടി കയറി എന്ന് വെച്ചിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. 11 കയറാൻ കിടക്കുകയാണ്.
അപ്പോൾ ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും ഇവിടെ നിലനിൽക്കണ്ടേ. നമുക്ക് ഈ വിജയങ്ങൾ ആഘോഷിച്ച് അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സ്പേസിലല്ല ഞാൻ പോകുന്നത്. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത വർക്കുകൾ ചെയ്യണം, അഭിനയിക്കണം. അപ്പോൾ അത് കുറച്ച് ബെറ്ററായിട്ട് എങ്ങനെ അഭിനയിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അടുത്തത് ഒന്നും കൂടി എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റണം. ഇതൊക്കെ ടാസ്കല്ലേ. ഞാൻ നേരെ അതിലോട്ടാണ് പോകുന്നത്, അടുത്ത പരിപാടിയെന്ന്. അല്ലെങ്കിൽ ജോസഫ് കൊണ്ട് എൻ്റെ കരിയർ തീരേണ്ടതാണ്. കാരണം ജോസഫാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ ഇതാണ്. പക്ഷേ ഇതൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. ഒരു 7-8 വർഷം മുന്നേ ഉള്ള ജോജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ഒരു ലൈറ്റ്നെസ് ഉണ്ട് ജോജുവിൻ്റെ. അതിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ പോലെ തോന്നുന്ന ആൾ, ഒരുപാട് ഭാരം കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഫീലും കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഉണ്ട്, അതെനിക്കുണ്ട്. അത്രയും ഉത്തരവാദിത്വവും അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണോന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് വരണത്. അതാണോന്ന് എനിക്കറിയില്ല. സക്സസിൻ്റെ ബേർഡൻ ആണോന്ന് അറിയില്ല. നമ്മുടെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഏത് റിലേഷനിലെ ഏറ്റവും വലിയ ഡയലോഗ് അതാണല്ലോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താവായാലും വീട്ടുകാരായാലും പന്നമാരും എന്ന് പറഞ്ഞാൽ ഈ പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ചില ഏരിയയിൽ നമ്മൾ ഭയങ്കരമായിട്ട് മിസ്ഗൈഡ് ചെയ്തപ്പെടും, വേറെ രീതിയിൽ പോവുകയാണ്. അപ്പോൾ അതിന് സക്സസിൻ്റെ ഭാരമാണോ എന്താണെന്നറിയില്ല. അതിലൊരു ഡിസ്കംഫർട്ട് ഉണ്ട്, അത്ര തന്നെ. ആ ഡിസ്കംഫർട്ടാണ് എൻ്റെ ഭാരം. ജോജുവിൻ്റെ ഈ ജോസഫ് ഏറ്റവും മികച്ച ഒരു വിജയം. പക്ഷേ അത് മെഡിക്കൽ ഫ്രറ്റേണിറ്റിയുടെ ഭയങ്കര ഡിസ്കഷൻ വന്നൊരു സിനിമയായിരുന്നു. അതായത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സംബന്ധിച്ച് പല ഡോക്ടേഴ്സും എല്ലാവരും പുറത്തോട്ട് വരും. അതിൻ്റെ എങ്ങനെയാണ് കാണുന്നത്? അത് അതായത് ഇതൊരു ഫിക്ഷൻ, ഒരു മൂവീസ് എനിവേ ഇറ്റ്സ് എ വർക്ക് ഓഫ് ഫിക്ഷൻ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ മെഡിക്കൽ ഫ്രറ്റേണിറ്റി മോസ്റ്റ്ലി അവർ പുറത്തോട്ട് വരികയും ഭയങ്കരമായിട്ട് ഡിസ്കഷൻ ഉണ്ടാക്കുകയും ചെയ്ത ഒരു, ഇൻഫാക്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് തന്നെ നമ്മളുടെ ഈ അഫക്റ്റഡ് ആയെന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. എങ്ങനെയത് ജോജു കാണുന്നതിൻ്റെ? അല്ല, അത് എന്താ പറയുക, റിയലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പലരും അഡ്രസ്സ് ചെയ്യുന്നു. പല പല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. അതിക്കുള്ളിൽ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു കഥാപാത്രം ചെയ്യുന്നതിൻ്റെ ഒരു ലോജിക്കലും ഇതിലുമാണ്. കുറച്ചും കൂടിയും അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ റൈറ്റർക്കായിരിക്കും. ജോജു ഒരുപാട് പേരോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോജുവിനോട് ചാൻസ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ചാൻസ് ചോദിച്ചു വരുന്നവരോട് എന്താ ഇപ്പം പറയാറ്? ഇപ്പം ചാൻസ് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രയധികം ഓഡീഷൻ കോൾസ് വരുന്നു, അത്രയധികം ഓൺലൈനിൽ ഒരാളുടെ ടാലൻറ്റ് തിരിച്ചറിയാൻ നിമിഷങ്ങൾ മതി. നന്നായി പാട്ട് പാടുന്ന ഒരാളുണ്ടെങ്കിൽ ടക്കെന്ന് പറഞ്ഞിട്ട് മുന്നിലെത്തുന്നു. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവരുടെ ടാലൻറ്റ് അവരുടെ ആ രീതിയിൽ പുറത്ത് ഷോറയിലായിട്ട് കാണിക്കുക, അവസരങ്ങൾ നേടുക. പണ്ടതില്ല. പണ്ട് നമുക്ക് ആകെ സ്റ്റുഡിയോയിൽ എടുക്കുന്നൊരു ഫോട്ടോ കൊടുത്തിട്ട് സാർ അഭിനയിക്കാൻ അവസരം തരണമെന്ന് ചോദിക്കുന്നൊരവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നതല്ലല്ലോ. പിന്നെ അവർ പോകും, അവർ ചാൻസ് ചോദിക്കുന്നതിനെക്കുറിച്ചും ആ ചാൻസ് ചോദിക്കുന്ന കാര്യത്തിനും അവർ എലിജിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം. നമ്മൾ അഭിനയിക്കാൻ പോകുന്നത് ഒരു അഭിനയിക്കാൻ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അഭിനയിക്കാൻ അവർ പ്രാപ്തരാകുക എന്ന് പറയുന്നത് ആയിട്ട് വേണം അതിന് പോകാനായിട്ട്. ആഗ്രഹം വെച്ച് പോകരുത്, നടക്കില്ല. കാരണം ഇവിടെ എല്ലാവരും ആഗ്രഹം വെച്ചാണ് ജീവിക്കുന്നത്. ആഗ്രഹത്തിൻ്റെ ഒപ്പം നമ്മളതിന് എനിക്കൊരു ക്യാരക്ടർ വന്നാൽ ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ശ്രമിക്കാം, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് നടക്കില്ല. പണ്ട് ഞാൻ അതിലാണ് നടന്നത്. അതിൽ നടക്കാതെ തോറ്റുപോയ ഒരാളാണ് ഞാൻ. ആഗ്രഹത്തിൻ്റെ പുറത്ത് നടന്നിട്ട് തോറ്റപ്പോൾ ഞാൻ അതിനെ കണ്ടത് ഇതിന് ഞാൻ എലിജിബിൾ ആവുക എന്നുള്ളതാണ്. ഞാൻ എലിജിബിൾ ആയപ്പോൾ അവസരങ്ങൾ എനിക്ക് വന്നു. അത് തന്നെ എനിക്ക് അവരോടും പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഡോക്ടറാവണോ, ആവൂ, പഠിക്കൂ, എൻട്രൻസ് എഴുതൂ, വാങ്ങൂ. എൻട്രൻസ് ഒന്നും എഴുതാൻ പറ്റില്ല, എനിക്ക് ഡോക്ടറാവണം, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് ഇവിടെ നടക്കില്ലല്ലോ. ചാൻസ് ചോദിക്കാറുണ്ടോ ആരോടെങ്കിലും? പിന്നെ ഞാൻ നല്ല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത്, രാജീവാൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കൊണ്ട് ചോദിച്ചോളൂ. രാജീവായിട്ട് ഒരു നല്ല രസമുള്ള ഒരു ലവ് സ്റ്റോറി ചെയ്യാം നമുക്ക്. അങ്ങനെ ഞാൻ
നല്ല പണി അറിയുന്ന ആളുകളോട് ഇപ്പോഴും ജോഷ് സാറിനോട് പറയുമല്ലോ, ജോഷ് സാറിനോട് പറയും. നല്ല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അത് ഞാൻ തുറമുഖത്തിൽ ഒക്കെ വർക്ക് ചെയ്തതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര രസമുള്ളൊരു ഫീലായിരുന്നു. എൻ്റെ ഒരു 30 മിനിറ്റിൻ്റെ ഒരു എപ്പിസോഡുണ്ട് തുറമുഖത്തിൽ, എൻ്റെ ഒരു എപ്പിസോഡുണ്ട്. അത് ഭയങ്കര, ഞങ്ങൾ വെറുതെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സാധനം. അത് ഫൈറ്റും എല്ലാവരും അത്ര ഈസി. അതായത് പണി അറിയുന്നവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഈ ജോലി അങ്ങ് എളുപ്പമാവാണേ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം അത് നല്ല രസമാണ് വർക്ക് ചെയ്യാൻ. അത് അല്ലെങ്കിൽ അത് നമുക്ക് സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ ഞാൻ ഇപ്പോഴും ഇനിയും ചോദിക്കും, അതെന്നും ചോദിക്കും, ആഗ്രഹമാണത്. ഈ ലവ് സ്റ്റോറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ജോജുവിന് ഒരു ഭയങ്കര റൊമാൻറ്റിക് ആക്ടറിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ. അറിയാമോ അത്? പിന്നെ അത് മുഴുവൻ പണ്ട് പ്രേമം മുഴുവൻ പൊട്ടിപ്പോയോണ്ട് ആ പ്രായം മുഴുവൻ ഞാൻ അഭിനയിച്ച് തീർക്കുക. എനിക്ക് ഒരുപാട് പേരോട് തോന്നിയിട്ടുണ്ട്. സൗന്ദര്യമുള്ള എന്തിനോടും പ്രണയം തോന്നുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ നല്ല കാറായാലും അതിനെ ഞാനൊരു വസ്തുവായിട്ട് കാണാറില്ല. വളരെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് അതിനെ കാണുന്നത്. മനുഷ്യരോടായാലും അത് എനിക്ക് ആണുങ്ങളോട് വരെ ഭയങ്കര ആരാധന തോന്നിയിട്ടുള്ള ആണുങ്ങൾ കാണാറുണ്ട്. ഭയങ്കര ആരാധന തോന്നുന്ന സ്ത്രീകളെ ഞാൻ കാണാറുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള. അപ്പോൾ അവരുടെ ഒരു സൗഹൃദം പോലും ഞാൻ അതിനെ വലിയ വാല്യൂ ചെയ്യുന്നു. കാരണം നല്ല ആളുകളായിട്ടുള്ള സൗഹൃദങ്ങൾ അതിപ്പോൾ ഒരു പ്രണയം ആവണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ മധുരം അല്ലെങ്കിൽ പുത്തംപുതുകാലം ആ സിനിമകളിലൊക്കെ ലവ്സ് ഒരു റൊമാൻറ്റിക് സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലേറ്റ്ലി നമ്മൾ അങ്ങനെ കാണുന്നില്ല. കാരണം എനിക്ക് ഈ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മാസ് അപ്പീൽ, കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തുന്ന വലിയ രീതിയിലുള്ള ലാർജർ ദാൻ ലൈഫ് സിനിമകൾ ചെയ്യുമ്പോൾ ആളുകളിലേക്ക് എത്താൻ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ഒരിക്കലും നടനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമല്ലെന്നേ. ഇത് ആക്ച്വലി ഇത് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരേണ്ടതാണ്. ഒന്നുകിൽ ഞാനായിട്ട് എനിക്ക് വേണ്ടി അങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് കിട്ടണം. എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് അതായത്. കഥകൾ കിട്ടുന്നുണ്ടാവും, പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു, നിങ്ങൾ പറഞ്ഞത് വെച്ചാൽ ഇപ്പോൾ നല്ലൊരു പേര് കിട്ടിയിട്ട് ഇയാൾ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നു ഇങ്ങനത്തെ സിനിമകളെന്ന് പറഞ്ഞിട്ട് അതിനെ മോശമാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ നല്ല ആൾക്കാരുടെ കൂടെ വെയിറ്റിംഗാണ് തമാശ പടം ചെയ്യാനും ലവ് സ്റ്റോറി ചെയ്യാനും ഇടി ചെയ്യാനും. നമുക്ക് ഒരേപോലെ ആക്ഷൻ ചെയ്യണ പോലെ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ വേഷങ്ങളോടും താല്പര്യമാണ്. പക്ഷെ അത് സ്ക്രിപ്റ്റും പ്രൊജക്ട്സും കിട്ടാനാണ് പാട്. ഇടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ജോജു ഫിസിക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണെന്നും ഇപ്പോൾ മലയാളത്തിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ സീക്വൻസ് ചെയ്യുന്ന ഒരു ആക്ടറാണെന്നും ഒരു ഇടി എന്ന് പറഞ്ഞാൽ കിൻഡർ ഇടി ആയിരിക്കും. ആക്ഷൻ സിനിമകൾ കാണാനും ഒക്കെ പണ്ടൊട്ടേ താല്പര്യമുണ്ടായിരുന്നു എനിക്ക്. എപ്പോൾ തൊട്ടാണ് ശരിക്കും ആക്ഷൻ സീൻസ് ചെയ്യുന്നത് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയത്? നല്ല രീതിയിൽ ആക്ഷൻ എനിക്ക് രാജാതിരാജെ തന്നെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ ഫിസിക്ക് യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പോലും വളരെയധികം ശ്രദ്ധിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഒരുപാട് സിനിമകളുണ്ട്. എപ്പോൾ തൊട്ടാണ് ജോലി പേഴ്സണലി ആക്ഷൻ എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടി ആയാലും ഫ്രെയിമിൽ വന്ന് നിൽക്കുന്ന ഒരു മൊമെൻറ്റ്, ഒരു സെക്കൻഡ് ആയാലും ആക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടിച്ച പോലെ തോന്നാറുണ്ടെന്ന് പറയുന്നത് എൻ്റെ ആക്ട് കൊണ്ട് തോന്നണത്. എനിക്കത് ഇടി മാത്രമല്ല, ഒരു കായികമായിട്ട് വെറുതെ കൈ വീശണതോ ഒരാൾ ഇടിക്കുന്നതോ അല്ല. എന്തിനിടിക്കുന്നു, ആരിടിക്കുന്നു, എപ്പോൾ ഇടിക്കുന്നു, എങ്ങനെ ഇടിക്കുന്നു എന്നുള്ള ഒരു പോയിന്റ് ഞാൻ എൻ്റെ ചിന്തയിൽ ഉണ്ടായിട്ടാണ് ഞാൻ ഇടിക്കുന്നത്. അപ്പോൾ ആ ഇടിക്ക് അങ്ങനെ തോന്നണം. അതിന് പല പല ഇതുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ആക്റ്റാണ്. അത് എന്നിൽ ആദ്യം എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചത് ഞാൻ പോലും അല്ല. എനിക്ക് പോലും ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ജോഷ് സാറാണ് ഈവൻ അത് ജോസഫ് പോലും കാണാതെയാണ് ജോഷ് സാർ എന്നെ പുറഞ്ചൂല് കാസ്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. അപ്പോൾ എനിക്കൊരു ഉത്തരവാദിത്തമായി ഇടിച്ചേ പറ്റൂ എന്നുള്ളത്. അപ്പോൾ അത് ഇടിക്കാനായിട്ട് പിന്നെ ഞാനത് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഇടി എടുക്കുന്നത് എൻ്റെ നാട്ടിൽ ഫുൾ ചുറ്റും 10,000 ആൾക്കാർ നിൽക്കുക ഷൂട്ട് കാണാനായിട്ട്. ഇവൻ എന്ത് ഇടിക്കണേന്ന് കാണണല്ലോ. എൻ്റെ പ്രശ്നം ജോഷ്. അപ്പോൾ ജോഷ് സാറല്ലായിരുന്നു എൻ്റെ പ്രശ്നം, നാട്ടുകാരായി. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഇത് സിനിമയിലുള്ള സാധനമാണെന്ന്. അപ്പോൾ അവർ അകലെന്ന് തോന്നുമ്പോൾ ഇവന് ഇടിക്കണമായിട്ട് തോന്നുന്നു. ശരിക്കും ഇടിക്കണ പോലെ ഇടിക്കണം. അങ്ങോട്ട് കൊടുത്തു. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ഇടി കണ്ട് വളർന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ രാമൻ ലോകത്തിനകത്ത് എൽവിസ് എനിക്ക് തോന്നുന്ന ജോജുവിൻ്റെ
വളരെ ഒരു അണ്ടർസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസസ് ഒന്നാണ്. അതിനകത്ത് വളരെ കാഷ്വലായിട്ട് അഗ്രസീവ്നെസ് കാണിക്കുന്നതാണെങ്കിലും ടോക്സിസിറ്റി കാണിക്കുന്നതാണെങ്കിലും അത് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വേഷമാണ്. ജയശങ്കർ തന്നിട്ടുള്ള നല്ലൊരു ക്യാരക്ടറാണ്. ലൗഡൊന്നുമല്ല, പക്ഷെ ഭയങ്കര ശക്തമായിട്ട്. അന്ന് ആ സിനിമ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു അത്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ലൂക്കാ ചൊപ്പിക്കകത്ത് ആവേശം, അതും അതെനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ മെൻഷൻ ഉണ്ടായിരുന്നു മറ്റേ ഇതിൻ്റെ കൂടെ സെക്കൻഡ് ക്ലാസ് യാത്ര. അത് നല്ല രസമുള്ള പ്രോസസ്സായിരുന്നു അതൊക്കെ. ആ പടവും നല്ല ഓർക്കുന്നൊരു വേഷം. ഇപ്പോൾ ജോജി ഒരു ഡയറക്ടറാണ്. അപ്പം ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഫാനായിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ? ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും. പക്ഷെ ഡയറക്ടറുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അവരെ ഇന്ന് ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള പ്രൊജക്റ്റിലൂടെ കൊണ്ടുപോകാനായിട്ട് പ്രാപ്തമായ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടണം. അതാണ് മെയിൻ കാര്യം. ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. അത് എല്ലാ നമുക്ക് കുറേ നടന്മാരെ, പക്ഷേ ഈ പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഡിസൈനിലേക്ക് കിട്ടാൻ, അതായത് അവർ ചെയ്താൽ നന്നാവണം, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആവണം, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആവണം, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും കിട്ടുന്ന മൊമെൻറ്റിൽ അതുമായിട്ട് ഞാൻ അവരെ അപ്രോച്ച് ചെയ്യും. പണ്ട് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് കഥ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് മമ്മൂക്ക കഥയായിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് നല്ല സ്ക്രിപ്റ്റ് സെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നടന്നില്ലെങ്കിലും ആ ഒരു പോയിന്റിൽ ഞാൻ ഹാപ്പി ആയി. ഒരു കോംപ്ലിമെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഏരിയ കറക്റ്റാണല്ലോ, അങ്ങനെ നമ്മളിത് ശരിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനൊരു കാര്യം അന്ന് സംഭവിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരെ വെച്ചിട്ട് ഈ ഒരു കാലത്ത് ഒരു നല്ലൊരു സിനിമ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് കിട്ടണം, അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, അതൊക്കെയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ എൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങളിൽ ചിന്ത തുടങ്ങി. ഇങ്ങനെ ഇപ്പോൾ പണി ചെയ്ത സമയത്ത് ജോജു എന്ന ഡയറക്ടറിൽ നിന്ന് വലിയ എക്സ്പെക്ടേഷൻസ് ആളുകളുടെ ഇടയിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കത്തില്ല. ജോജു എത്രമാത്രം ഒരു നല്ല സിനിമ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ പണി സക്സസ് ആയി, പണി വലിയ രീതിയിൽ സംസാരിക്കപ്പെട്ട ഒരു സിനിമയായി. അപ്പോൾ ഉറപ്പായിട്ടും സീക്വലിലേക്ക് വരുമ്പോൾ ഒരു ബർഡൻ ഓഫ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ജോജു അത് ഫീൽ ചെയ്യുന്നുണ്ടോ? എഴുതുമ്പോഴാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, കൺസീവ് ചെയ്യുമ്പോൾ ഒക്കെ? അതായത് ആ സിനിമ പ്രോസസ്സ് ചെയ്തപ്പോൾ നമുക്കൊരു ഇത് ചെയ്യാം എന്ന് കിട്ടിയൊരു എനർജി ഉണ്ട്. അപ്പോൾ ആ എനർജിയുടെ മേലെ തോന്നുന്നൊരു പോയിന്റിൽ ഇനി അടുത്ത പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കാൻ പോകുന്നതാണ് ഏറ്റവും കോമൺ സെൻസ് വെച്ചിട്ട് നല്ലത്. കാരണം ഭയങ്കര സമയമെടുക്കുമല്ലോ ഒരു പടം ചെയ്യാൻ. എങ്ങനെ പോയാലും ഞാനൊരു 1.5 വർഷം, 1 വർഷമെങ്കിലും മിനിമം ഞാൻ മാറിക്കേണ്ടി വരും എല്ലാത്തിനും. അപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഞാൻ ഒരുപാട് കഥകൾ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇതിൻ്റെ ഇടയിൽ. അതിൽ നിന്ന് എനിക്ക് അതിനേക്കാൾ കൂടുതൽ എനർജിയുള്ള ഇതെനിക്ക് ചെയ്യാം എന്ന് തോന്നുന്നൊരു പോയിന്റിൽ എത്തിയപ്പോഴാണ് ആ പടം ചെയ്യാൻ തീരുമാനിച്ചത്. പ്രേക്ഷകരുടെ പ്രതീക്ഷകളോ എക്സ്പെക്ടേഷനുകളോ ബർഡനായിട്ട് തോന്നുന്നുണ്ടോ? അത് എനിക്കറിയില്ല. അത് അവരെ എൻ്റെ ആംഗിളിൽ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് പ്രേക്ഷകരത് നല്ല പടം എന്ന് പറയാം, അല്ലെങ്കിൽ ഇതാന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പണി ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നുള്ള എൻ്റെ ഒരു അസസ്മെൻറ്റ്. രണ്ട് അതിൻ്റെ ഒരു ക്രാഫ്റ്റ്, സിനിമയുടെ ഒരു എസ്തെറ്റിക്സ് ഉള്ളൊരു സിനിമ തന്നെയാണത്. അത് സിനിമ കാണുന്നൊരു ഫീലുള്ള ഒരു രസമുള്ള കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ പണിക്ക് വന്നിട്ടുള്ള പല വിമർശനങ്ങളും ചിലപ്പോൾ ജോജി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന് ഉൾക്കൊണ്ടിട്ടുണ്ടോ? നല്ല വിമർശനങ്ങൾ, കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം വെറുതെ അഭിപ്രായം പറയാനിട്ട് കാര്യമില്ല. ഇതാര് പറയുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങളിപ്പം ജേർണലിസ്റ്റുകളാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിൻ്റെ അത്ര ഒന്നും എനിക്കിതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റത്തില്ല. വെറുതെ ഇരുന്ന് ഓരോരുത്തർ പറയുന്നതിനോടൊന്നും എനിക്കതിനെ ഒരു താല്പര്യമില്ല, കേൾക്കാനും താല്പര്യമില്ല, ഒരിതുമില്ല. പക്ഷേ അത് നല്ല രീതിയിലുള്ള ആളുകൾ പറയുന്നതിനെ ഞാൻ ഇപ്പോഴും എടുത്തുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്.
ഞാൻ ആദ്യമേ കേട്ടിട്ടുള്ളത് നീ എലിജിബിൾ അല്ല, നീ ബോറാണ്, നീ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനത് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആളന്ന്. ശരിയാണ് നിങ്ങൾ പറയുന്നത്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ എൻ്റെ കരിയർ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളതിനെ ആ ക്രിറ്റിസിസം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം അഭിപ്രായം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഒരു ഇതില്ല. അപ്പോൾ ആ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പിന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ റിപ്പീറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തത് 3 പോലീസ് ഓഫീസർ ക്യാരക്ടറുകളാണ് മെയിൻ പടങ്ങൾ. അതിൽ ഞാൻ ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അപ്രിസിയേഷൻ കിട്ടില്ലല്ലോ. ഒരേ ടൈപ്പ് ക്യാരക്ടർ തന്നെ വേറെ രീതിയിലാണ് ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല വിമർശനങ്ങളെ വെൽക്കം ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമില്ലാത്തവൻ വന്നിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കും. അതിൽ കൺസ്ട്രക്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ നല്ല ഡാറ്റ കിട്ടാൻ അവസ്ഥയുള്ള ഒരാളാണ്. വെറുതെ എന്തിനാണ് ഞാൻ അത് കേൾക്കാൻ നിൽക്കുന്നത്? പിന്നെ അത് ഫോക്കസ്ഡായിട്ട് പറയുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും അവരുടെ അഭിപ്രായമായിട്ട് കാണുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം അതാണ്. ഇതൊരു പാടാന്നറിയോ, ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടാനും. എന്നോട് എത്രയോ പേര് സിനിമയിൽ ഇൻഡസ്ട്രിയിലുള്ളവർ അടുത്ത പടം ഉണ്ടാകുമ്പോൾ ഒന്ന് പരിഗണിക്കുമെന്നോ വളരെ സീനിയറായിട്ട് ഈ കളിയാക്കുന്ന പല നടിമാരും പറയാറുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതമാണത്. ഇതിന് കുറേ ആൾക്കാരൊന്ന് പുച്ഛിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം എനിക്കുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ഉണ്ടാവും. അതിനാരും മൈൻഡ് ചെയ്യുന്നില്ല. പൊതുസമൂഹം അതിനെ കൈയടിച്ചിട്ട് രസമായിട്ടുണ്ട് കേട്ടോ, കലകിയുണ്ട് കേട്ടോ. അതിൽ കുറേ പേരുടെ വേദനയുണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. ഭയങ്കര ഒരു എന്തുകൂടെയും പറയണ്ടേ, പക്ഷെ പറയുന്നതിനൊരു ഇത് വേണ്ടേ. അത് എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പേര് അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ആക്ച്വലി ന്യൂസ് റിപ്പോർട്ട് വന്നിരുന്നു, അതായത് ജോജു ഹിന്ദി ഡെബ്യൂ ചെയ്യുകയാണ് അനുരാഗ് കശ്യപിൻ്റെ പടത്തിലൂടെ. അതിനെന്തെങ്കിലും അപ്ഡേറ്റ് ഇപ്പോൾ പറയാനുണ്ടോ? കുറേ പ്രൊജക്റ്റുകളുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലില്ല. ഈ വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ ഇങ്ങനത്തെ സിനിമകളുടെ ഇടയ്ക്ക് നാരായണിൻ്റെ 3 ആൺമക്കൾ വളരെ ഒരു ഡ്രാമയാണ്, ഒരു ഫാമിലി ഡ്രാമയാണ്, ഫാമിലി ഡൈനാമിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. സോ അത്തരം ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടോ? എല്ലാ തരം ജോണേഴ്സും മിക്സ് ഇല്ല. ആ ഡയറക്ടറും പുള്ളി വന്നു പറഞ്ഞ ഐഡിയയും നല്ലതായിരുന്നു. അതുകൊണ്ട് പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഡയറക്ടറാണ് ശരൺ. അങ്ങനെ വന്നതാണ് ആ സിനിമ. അതേപോലെ ഇപ്പോൾ രാജ് സാർ ചോദിച്ച പോലെ ഇപ്പോൾ സൊസൈറ്റിനെ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമകളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജോജു അത്തരം വിമർശനങ്ങളെയൊക്കെ സ്വീകരിക്കും. ആ സിനിമകൾ ഞാൻ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഞാൻ പറയുന്നത് സൊസൈറ്റിയുടെ നേർക്കാഴ്ചകളാണ് സിനിമയായിട്ട് വരുന്നത്. സൊസൈറ്റിയിലില്ലാത്ത ഒന്നും സിനിമയിൽ വരുന്നില്ല. കാരണം ഈ കഥകളെല്ലാം ചിന്തിക്കുന്നത് മുഴുവൻ ഇന്നത്തെ അവരുടെ ആ ഡയറക്ടറുടെ റൈറ്ററുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അതിനെങ്ങനെ നമുക്കത് വേറെ അർത്ഥത്തിൽ പറയാൻ പറ്റും? നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം. പക്ഷെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത് സൊസൈറ്റി അല്ലാതെ തന്നെ ഇൻഫ്ലുവൻസ്ഡാണ് ഒരുപാട് കാര്യങ്ങളിൽ. അത് ഒരിക്കലും സിനിമയുടെ ഇതായിട്ടില്ല. സിനിമ ഒരു ആർട്ടായിട്ട് മാത്രം കാണണം. ആ ഒരു ഡയറക്ടറുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അയാളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണത്. അതിനെ ആ രീതിയിൽ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര രസമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളുണ്ടാവും. അത് കൃത്യമായിട്ട് കാണേണ്ട ഓഡിയൻസ് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ സെൻസർ ബോർഡ് പറയുന്ന സിനിമകളുണ്ട്, A സർട്ടിഫിക്കറ്റ് ഉണ്ട്, UE ഉണ്ട്, ഇതുണ്ട് എന്ന് പറയുന്ന പോലെ കാറ്റഗറി ഉണ്ട്. അതിപ്പം 13+ നാക്കി 16+ നാക്കി. അപ്പം താല്പര്യമുള്ളവർ കാണാത്തൊരു കാണണ്ട എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇന്നൊരു ഇതിലോട്ട് സിനിമ മാറണമെന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു ശീലം നമുക്ക് പണ്ടേ ഇല്ല. പണ്ട് നമ്മൾ എത്ര സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് പണ്ടത്തെ സിനിമകളിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ സിനിമകൾ എത്രമാത്രം ആസ്വദിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ഉള്ളതേ വളരെ കുറച്ച് കലാകാരന്മാരാണ്. അവരെ കൂടി പൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു നല്ല സിനിമകൾ വരില്ല. പലരും ഫെഡപ്പാണ് ആ കാര്യത്തിൽ. വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ വഴിക്ക് പോയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര ക്രിയേറ്റീവ് സെൻസുണ്ട്. കാരണം വെച്ചാൽ സ്പേസ് ഇല്ല. എനിക്ക് മറ്റേ ദുബായ് ദിർഹംസിൻ്റെ ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ ദുബായ് പോയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് ജീവിക്കാറുണ്ട്. ജോജുവിന്റെ പൊളിറ്റിക്സ്, അതായത് ഒരു പഴയ ഇൻസ്റ്റൻസ് ഉണ്ടായില്ല, വണ്ടി എന്തോ ബ്ലോക്ക് ചെയ്തു എന്താ പറഞ്ഞിട്ട്, അപ്പം ജോജുവിനെ എല്ലാവരും കൂടെ ഒരു പൊളിറ്റിക്കൽ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ
വേറെ എന്തോ ഒരു സമരം വന്നപ്പോൾ എന്താ ജോജു റിയാക്ട് ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ ജോജുവിൻ്റെ ഒരു പൊളിറ്റിക്കൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ദിവസത്തിൽ ഒരു സംഭവിച്ചു പോയൊരു കാര്യം മാത്രമാണത്. അതിന് ഞാൻ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ വ്യൂവിലോ ഒന്നിലുമല്ല, സംഭവിച്ചു പോയി അങ്ങനൊരു കാര്യം. അങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം, അത് ഒരിക്കലും ഒരു പാർട്ടി ബേസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അന്നത്തെ റിയൽ സിറ്റുവേഷൻസ് ഇന്ന് വരെ അവിടെ കൂടിയിരുന്ന ആൾക്കാർക്കല്ലാതെ ഒരാൾക്കറിയില്ല എന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരിക്കലും ഒരു കോൺഗ്രസ് വിരോധിയായിട്ടോ അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെയോ ചെയ്ത ഒരു കാര്യമായിട്ട് ഒരിക്കലും അതിനെ കാണാൻ പാടില്ലാത്തതാണ്. എൻ്റെ പൊളിറ്റിക്സും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ഒക്കെ സിനിമയിലാണ്. എനിക്ക് വേറെ ഒന്നിനോടും ഒരു കാര്യത്തിനോടും, ഈവൻ കള്ളിനോടോ അല്ലെങ്കിൽ ഡ്രഗ്സിനോ ഒന്നിനോട് പോലും അത്രയധികം എനിക്ക് പാഷനില്ല, സ്ഥാനമില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്കാർ. കാരണം നമ്മുടെ നാട്ടിൽ ഏത് പാർട്ടിക്കാണോ ജനങ്ങൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റുക ആ പാർട്ടി ആവട്ടെ. ഭരണാധികാരികൾ നല്ല ലീഡേഴ്സും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമുക്ക് നല്ലൊരു ലീഡർ ഉണ്ടായാൽ പുതിയ കുറേ കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നാൽ നമ്മൾക്കത് രസമല്ലേ എന്ന് മാത്രമുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. വിട്ടിട്ട് വേറെ ഒരു പ്ലാനും ഇല്ല, പദ്ധതിയില്ല, ഒന്നുമില്ല. വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ? വിധിയിൽ വിശ്വസിക്കാതെ പറ്റില്ലല്ലോ. കാരണം ചില സമയത്ത് തോന്നും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലോട് സംഭവിക്കാൻ വേണ്ടി മുന്നേ കൂട്ടി തീരുമാനിച്ചാന്ന് തോന്നും. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും. അപ്പോൾ പിടിവിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാനിതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോകാറില്ല. സംഭവാമി യുഗേ യുഗേ.